ജീവനിൽ വാഴും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനും ഞാൻ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാണ്. എൻ്റെ യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ദൈവത്തിൻ്റെ സകല സമൃദ്ധി ഞാൻ അനുഭവിക്കും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിക്കാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ഏറ്റുപറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യമായിക്കോട്ടെ അതിനോട് നമ്മൾ വിളിച്ചു പറയുകയാണ്, ഞാൻ ആരാണ് ക്രിസ്തുവിൽ, ഞാൻ ആരാണ് കർത്താവിൽ നിന്നുള്ള ബോധമാണ് ഞാൻ അവിടെ തുറന്നു വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സകലതും അനുഗ്രഹമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എന്നെ കാണുന്നതോടെ ഞാൻ പറയുന്നു, കർത്താവിൻ്റെ കൃപയാൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെയും നമ്മുടെ പ്രയറിൻ്റെ ലിങ്കുകളുണ്ട്. അതിൽ പ്രയർ ഗ്രൂപ്പിലോട്ട് ചേരാനുള്ള ലിങ്ക് ഉണ്ട്. നിങ്ങളതിൽ പ്രവേശിക്കുക. എനിക്കിപ്പോൾ ഈ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഉപകാരം വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് ഒത്തിരി ആൾക്കാർ ഈ പ്രയറിന് ലിങ്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ എല്ലാവരുടെയും നമ്പർ ഇങ്ങനെ സേവ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും സേവ് ചെയ്ത് ലിങ്ക് അയക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. കാരണം വെച്ചാൽ ഇങ്ങനെ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഞാനിങ്ങനെ ലിങ്ക് ചോദിക്കുന്നതോടെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം കാണത്തില്ലായിരിക്കും, എല്ലാ ദിവസവും പങ്കെടുക്കാനൊന്നും വല്ലപ്പോഴും കയറുന്നവരായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബാണ് കുറച്ചും കൂടെ ബെസ്റ്റ്. കാരണം വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. മറ്റവർ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ യൂട്യൂബിലാണ് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. പറഞ്ഞാൽ എനിക്ക് സൂമിൽ കയറാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, യൂട്യൂബിൽ തന്നെ ഫോളോ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ നമ്പർ പോലും സേവ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, പ്രയർ ലിങ്കുകളുണ്ടെങ്കിൽ വേഗത്തിൽ ഷെയർ ചെയ്യാൻ ഇപ്പോൾ അതാണ് കുറച്ചും കൂടെ ബെസ്റ്റ്. ഞാൻ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഗുണമായിട്ട് തോന്നിയത്. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. സ്തോത്രം. എന്തായാലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നല്ലോ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിലുണ്ട്. എന്നോട് പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സിന്ധുവിൻ്റെ ഒരു തലമുറയുണ്ട്, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് സ്പർശിക്കുന്നത്. സിന്ധുവിൻ്റെ ഹസ്ബൻഡിനെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവുകയാണ്. സിന്ധുവിനൊരു ആൺ തലമുറയുണ്ട്, ചെറിയൊരു പയ്യനാണ്. കർത്താവ് അവനുമായി ബന്ധപ്പെട്ട്, ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്യാൻ പോവാണ്. സൂമിൽ ആ വ്യക്തിയുമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. ആ ഭവനത്തിൽ പറഞ്ഞു ഹസ്ബൻഡിനെ ആരാത് ഏറ്റെടുത്തിട്ട് ആ കുടുംബത്തിൽ പോയി പറയണം, കർത്താവ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രവൃത്തി ചെയ്യാൻ പോകണം. ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് പറയണം, കർത്താവ് ഹസ്ബൻഡിനെയും തൊടും മോനെയും തൊടും എന്ന് പറയണം. ചെറിയൊരു പയ്യനാണ്, പക്ഷെ അവനെയും കർത്താവ് തൊടും. ഒരേപോലെ കർത്താവ് രണ്ടുപേരെയും സ്പർശിക്കും. ആ കുടുംബത്തിൽ ദൈവം വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഓഗസ്റ്റ് മാസം 16 മുമ്പ് കാണത്തക്കവണ്ണം വലിയൊരു അടയാളത്തെ കർത്താവ് ആ കുടുംബത്തിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. നശിക്കത്തില്ല, തകരത്തില്ല, രക്ഷ പ്രാപിക്കും. ആമേൻ. എന്തുകൊണ്ടെന്നാൽ യേശു ജീവിക്കുന്നു. ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗം ഏത് സന്ദർഭമാണ്? ഞാൻ ആമേൻ. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു അല്ലേ? എല്ലാവരും വചനം, നിങ്ങൾ വചനത്തോട് പ്രതികരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചാടി നിൽക്കണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, കർത്താവ് എന്നെ വിളിച്ച സമയത്ത് അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത സമയത്ത് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞാൽ വചനമാണ്. ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം വചനമാണ്. ഇത് വിശ്വസിക്കുവാൻ ദൈവം ഒരു കൃപ തന്നു കേട്ടോ. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇത് വിശ്വസിക്കാൻ ഒരു കൃപ നമുക്ക് തന്നു. ഈ വചനവുമായിട്ടൊരു ബന്ധം ദൈവം തന്നു. അപ്പോൾ പല ആൾക്കാരും ഞാൻ സുവിശേഷമൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു.
ലൈഫിനെ എന്താ പറയുക ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അത് എങ്ങനെ മുന്നോട്ട് ജീവിക്കും, എങ്ങനെയായിത്തീരും ഭാവി, ഇങ്ങനെ കുറേ സുവിശേഷവും പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്യും. എനിക്കതൊന്നും എന്നെ തളർത്തിയില്ല. കാര്യം ഞാൻ ആ വചനത്തിൽ രസിക്കുവാൻ ദൈവം ഒരു വിശ്വാസവും കൃപവും തന്നു. അപ്പോൾ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. യേശു പറഞ്ഞതുപോലെ തന്നെ വചനം നമ്മളെ ജീവിപ്പിക്കും. എന്നാ പ്രതിസന്ധി വന്നാലും കർത്താവിൻ്റെ വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇനി ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നാലും, ഇനി ഈ ലോകത്തിലെ അധികാരികൾ നിങ്ങൾക്കെതിരെ നിന്നാലും, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നാലും, നിങ്ങളുടെ അകത്ത് വചനത്തിൽ ദൈവം തന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ പുറത്തു വന്നിരിക്കും. നിങ്ങൾ അവിടെ നോക്കുകയും സകല വിഷയത്തിൽ നിങ്ങൾ പുറത്തു വന്നിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ ഇന്നലെ കേട്ട് നമ്മുടെ നിന്ന യേശു മാറ്റി. ഇന്നലെ ഞാനത് പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞോണം. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ നിന്നയെ എടുത്തു മാറ്റുകയാണ്. ദൈവം നിങ്ങളുടെ നിന്നയെ ഇന്ന് എടുത്തു മാറ്റുകയാണ്. കർത്താവ് ഇന്ന് യേശുവിൻ്റെ നിങ്ങളുടെ കർത്താവ് ഒരു വാക്ക്, ഒരു ലിസമ്മ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയും ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് 2 വ്യക്തികളെ സ്പർശിക്കുകയാണ്. ഒന്ന്, ആ കുടുംബത്തിൻ്റെ അകത്ത് ലിസമ്മയുണ്ട്. 2, ലിസമ്മയുമായിട്ട് ബന്ധപ്പെട്ട് ജോളിയുണ്ട്. ജോളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാറായുണ്ട്. ഇങ്ങനെ 3 പേരുമായിട്ട് കണക്ട് ചെയ്ത ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ 3 പേരുകാരും ഉള്ള ഭവനമാണ് കർത്താവ് എന്നെ കാണിച്ചത്. ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ഉണ്ടാകാൻ പോവാണ്. ഈ ദിവസങ്ങളിൽ എന്നോട് കർത്താവിനോട് പറയുന്നത്, നിലവിളിക്കേണ്ട അവസ്ഥയിൽ നിന്നും തമ്പുരാൻ ഇവിടുന്ന് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അവസരത്തെ സ്വർഗത്തിലെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. ആ മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? വെറുതെ മ്യൂട്ട് മാറ്റി. കുടുംബത്തിലുണ്ടോ ഈ പറഞ്ഞ അടയാളങ്ങളുണ്ടോ? ഞാൻ സാറ ഉണ്ട്, എന്റെ കസിൻ സിസ്റ്ററിന്റെ മോളാണ്. ജോളിയെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഈ 3 അടയാളങ്ങളാണ് നോക്കേണ്ടത്. 3 അടയാളങ്ങളുള്ള കുടുംബമാണ് ഞാൻ പറയുന്നത്. 2 പോരാ, 3 അടയാളങ്ങൾ വേണം. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ശ്രദ്ധിച്ച് കേട്ടോണം. 3 അടയാളങ്ങളുള്ള ആളാണ്. ഒന്നും പേടിക്കേണ്ട. യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഈ കേൾക്കുന്ന വ്യക്തിയോട് പറഞ്ഞ് നിങ്ങൾ എപ്പോൾ ശ്രദ്ധിച്ചോണം. ആലോചന കേൾക്കുമ്പം ഈ 3 പേരുകളും ഒരുമിച്ചുള്ള കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് ദൈവാത്മ ഇടപെട്ടിരിക്കുന്നത്. 2 പോരാ, ഒരാൾ പോരാ, 3 പേരും കണക്ട് ചെയ്ത വ്യക്തിയാണ് കർത്താവ് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാൽ ആ വ്യക്തിയെ ദൈവം തൊടാൻ പോണം. ആ കുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു, വിലാപം ആകേണ്ട ഭവനത്തെ തുള്ളിച്ചാടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ കുടുംബം ആരാണോ, എനിക്കറിയാം നമ്മൾ ഈ സൂമിൽ മാത്രമല്ല ആളുകൾ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് ഒരു സഹോദരി എനിക്കൊരു സാക്ഷി അയച്ചായിരുന്നു, കർത്താവ് ചെയ്ത അത്ഭുതകരമായ ഒരു സാക്ഷ്യം. പക്ഷേ ആ സഹോദരി സൂമിൽ കൂടുന്നല്ല. ഇന്ന് എനിക്കത് കേൾപ്പിക്കാൻ പറ്റിയില്ല, അത് ഡൗൺലോഡ് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റിയില്ല. സാറിനെ കേൾപ്പിക്കുന്നതാണ് നമ്മൾ സാക്ഷ്യങ്ങൾ. നാളെ അടുത്ത ദിവസങ്ങൾ ഞാനത് കേൾപ്പിക്കാം. അപ്പോൾ ഒത്തിരി ആളുകൾ ഇതിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. കർത്താവ് അത് ഏറ്റെടുത്തോണം. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കർത്താവിനെ കാണിക്കുന്ന ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ടൊരു റബ്ബർ തോട്ടം പോലത്തെ ഒരു വീടുള്ള ഭവനം കൂടെ, ഇതും കൂടെ അടുത്ത അടയാളമാണ്. റബ്ബർ തോട്ടമുള്ള ഒരു വീടാണ് ഞാൻ ഈ കാണുന്നത്. കർത്താവ് ഭവനത്തെ സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതിനോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ശ്രീജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടെ സ്പർശിക്കുകയാണ്. ശ്രീജ എന്നൊരു പറയുന്ന ഒരു സഹോദരിയെ ദൈവാത്മാവ് കാണിക്കുന്നു. ശ്രീജയുടെ കുടുംബത്തെ ദൈവം തൊടുകയാണ്. ശ്രീജയുടെ മകളെ കർത്താവ് സ്പർശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയുന്നു, ആ കുടുംബത്തിൻ്റെ മേലൊരു സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ബ്ലെസ്സിങ്ങിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ശ്രീജ എന്നാണ് ആ കുടുംബത്തിലെ മകളുടെ പേര്. കർത്താവ് അത് ചെയ്യും. ദൈവം അത് അത്ഭുതമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. ആമേൻ. ഒരുമിച്ച് എൻ്റെ കൂടെ എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ഓക്കെ, സൗണ്ട് മ്യൂട്ടായി പോയിരുന്നല്ലേ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ആ ശ്രീജയായിട്ടുള്ളത് ഏറ്റെടുത്തോണം. ആ മകളോട് പോയി പറഞ്ഞു, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത ആളാണെങ്കിൽ ഏറ്റെടുത്ത് പോയി പറഞ്ഞോണം. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയണം. ആ കുടുംബത്തിൽ തന്നെ പോയിട്ട് പറയണം. നിങ്ങൾ ആ കുടുംബത്തിൽ കേട്ട അടയാളം മനസ്സിലായല്ലോ. ആ കുടുംബത്തിൽ പോയിട്ട് പറയണം, കർത്താവ് നിന്നെ വിടിവിക്കാൻ വേണ്ടി പോവാന്ന് പറയണം. ധൈര്യത്തോടെ പറയണം. കർത്താവ് അത് ചെയ്യും. ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം ഞാൻ വേഗത്തിൽ വായിക്കാം. അതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങളെ ഈ മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയായിരുന്നോ ഇപ്പം മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ എല്ലാവരും മ്യൂട്ട് ചെയ്യണം. സൗണ്ട് മൊത്തത്തിൽ മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് മാറ്റിയത് പറയാനല്ലെങ്കിൽ മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. പറഞ്ഞോ, പറയാനാണോ മ്യൂട്ട് മാറ്റിയത്?
ഈ ശ്രീജ എന്ന് പറഞ്ഞത് എനിക്ക് അതെ, ഈ പറഞ്ഞു ശ്രീജ സിസ്റ്റർ. എന്ന് പറഞ്ഞത് എനിക്ക് പരിചയമുള്ളതാണ്. കുറച്ച് ദിവസം മുമ്പ് ബ്രദർ 70 ദിവസത്തിനുള്ളിൽ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഏതോ ഒന്ന് പറഞ്ഞിരുന്നു. ഇതിൽ കേറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇത് അറിയിക്കാം ബ്രദറെ. തീർച്ചയായിട്ടും ദൈവം ഇടപെട്ടതാണ്. കർത്താവ് അറിയാം. അപ്പോൾ ദൈവാത്മാവ് ആ കുടുംബത്തിൽ സിസ്റ്റർ ഇന്ന് തന്നെ പോയിട്ട്, അല്ലെങ്കിൽ നാളെയോ പോയിട്ട്, ഇന്ന് ഇപ്പൊ രാത്രിയോ തന്നെ നാളെ ഫോൺ പോയിട്ട് വിളിച്ച് പറയാം ബ്രദറെ. ആ ഇപ്പൊ തന്നെ ഞാൻ ഫോൺ വിളിച്ച് പറയാം. ഇപ്പം തന്നെ വിളിച്ചിട്ട് പറ, വേഗത്തിൽ പ്രാർത്ഥനയെ പങ്കുചേരാൻ പറ, എന്നിട്ട് അനുഗ്രഹത്തെ അങ്ങ് സ്വീകരിക്കാൻ പറ. കർത്താവ് ചെയ്യും. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വാക്കി ഇന്നലെ നിന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ ദിവസവും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്നും കർത്താവിൻ്റെ ആലോചനയിൽ നമുക്ക് ബലപ്പെടാം. ഇന്നലെ നമ്മൾ കേട്ടു മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പിശാച് ചോദിച്ചൊരു ചോദ്യം, യേശു പറഞ്ഞ മറുപടി. പലപ്പോഴും പിശാച് പോലും അറിയാതെ അവൻ്റെ വായിൽ നിന്നും നമ്മളെ ബലപ്പെടുത്തുന്ന, പലപ്പോഴും പിശാചിനെ പറ്റി നമ്മൾ കേട്ടേക്കുന്ന ദുഷ്ടനാണ്, സത്യമാണ്, അവൻ ദുഷ്ടനാണ്, അവനെപ്പറ്റി കർത്താവ് പറയുന്നത് പോലെ തന്നെ അവൻ അറക്കാനും മുടിക്കാനും മൂട്ടിക്കാനൊക്കെ വരുന്ന ആളാണ്. പക്ഷെ അവൻ്റെ തല തകർത്ത യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ട് എന്ത് ചെയ്യാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ആമേൻ. നമുക്ക് ചവിട്ടി മെതിക്കുവാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരാണ്? പിശാശിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പിശാശ് വഴി മറിഞ്ഞിട്ട് നമ്മളെ ഉന്തിയിടുകയും നമ്മളെ ഇങ്ങനെ, അതല്ല പിശാശിന്റെ പ്രവൃത്തി. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാനം കെടുത്തുന്ന, ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന, രോഗത്തെ കൊണ്ടുപോകാൻ നോക്കുന്ന ഏതും ആയിക്കോട്ടെ, ഇതിനെയൊക്കെയും ചവിട്ടി മെതിക്കുവാൻ നമുക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നിട്ട് 18 സംവത്സരമായി കൂനിയായ ഒരു അമ്മച്ചി വഴി പ്രാർത്ഥന കേൾക്കുക, പള്ളിയിരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, വചനം കേൾക്കുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ യേശു വന്നിട്ട് പറഞ്ഞു, പിശാശ് 18 വർഷമായിട്ട് കൂനിയാക്കിയ ബന്ധിച്ച നിന്നെ ഞാനിന്ന് വിടിവിക്കുക. കണ്ടോ? അപ്പം 18 വർഷമായിട്ട് പിശാശ് എങ്ങനെയാണ് ബന്ധിച്ചത്? കൂന് കൊടുത്ത് ബന്ധിച്ചിരിക്കുക. യേശു വന്ന കെട്ടങ്ങ് പൊട്ടിച്ചു. ഞാൻ പറയുന്നു, നിങ്ങൾക്കും പൊട്ടിക്കാൻ പറ്റും. രോഗികളുടെ മേൽ കൈവച്ചിട്ട് പറയണം, യേശു എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ധൈര്യത്തോടെ പറയണം, നിങ്ങളെയാണ് കർത്താവ് കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അനുഗ്രഹത്തിന് നമുക്ക് ആ വാക്യത്തിൽ തന്നെ പറയാം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എന്നെഴുതിയിരിക്കുന്നല്ലോ. ഇറ്റ് ഈസ് റിട്ടേൺ. അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ തിരിച്ച് യേശുവിൻ്റെ മറുപടി ഇതാണ്. പിശാച് അവനെ മേൽ സ്ഥലത്ത് കൊണ്ടുപോയി. യേശു മറുപടി പറയണം. യേശു 10-ാം വാക്യത്തിൽ പറയണം, യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോകുക. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു പറ. അങ്ങനെ തന്നെ ആമേൻ. ഇതിൻ്റെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട്, ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകളായിട്ട് അത് നിമിത്തം ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു സഹോദരിനെ കർത്താവ് സ്പർശിക്കുകയാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ആ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകളായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്, അതങ്ങോട്ട് വിട്ടു പോകുന്നില്ല. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് ആ ബന്ധനം വിട്ടുമാറുകയാണ്, ആ ബ്ലോക്കുകൾ മാറുകയാണ്. കർത്താവിനോട് പറയുന്നു, അവിടെ തന്നെ ദൈവം മാനിക്കും. പലരും പറഞ്ഞു, ഇവിടുന്ന് പൊക്കോ, ഇനി കറങ്ങിക്കൂടി നിൽക്കണ്ട, ഇവിടുന്ന് വിട്ടുപൊക്കോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് പറയുന്നില്ല, അവിടെ തന്നെ ദൈവം മാനിക്കാൻ പോവാണ്. സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റെടുത്തോണം. സൂമിലാണോ, ഫേസ്ബുക്കിലാണോ, യൂട്യൂബ് എനിക്ക് അറിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് അത് കാര്യത്തെ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കും. കർത്താവ് ഇനിയും വളർത്തട്ടെ. ദൈവം വളർത്തട്ടെ. കർത്താവ് ഇനിയും വളർത്തട്ടെ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് വളർത്തട്ടെ. ഇനിയും ആൾക്കാരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് വരിക. അവൻ ഇവിടെ പറയുകയാണ്, എഴുതപ്പെട്ടിരിക്കുന്നു. ഈ വാക്ക് എന്നെ വളരെ സ്പർശിച്ചൊരു വാക്യം. നമുക്കില്ലാത്തൊരു ഉറപ്പ് പിശാചിനുണ്ട്. ചില കാര്യത്തിൽ അവൻ പറയുന്നത്, അവൻ ഓവർ കോൺഫിഡൻസ് കാണിക്കുന്ന പല കാര്യത്തിലും വിശ്വാസിക്ക് ബലമാണ്. നമുക്ക് പലപ്പോഴും സംശയമല്ലേ, എൻ്റെ പ്രശ്നങ്ങൾ മാറുമോ, എൻ്റെ വിഷയങ്ങൾക്കകത്തൊരു പരിഹാരം ഉണ്ടാകുമോ, എൻ്റെ കാര്യം ശരിയാകുമോ എന്നൊക്കെ 100,000 ചിന്തയുണ്ടാകുമ്പോൾ നമ്മളെ പറ്റിക്കുന്ന ആരാ? പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം, നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ പ്രസംഗം ഇതാണ്, പിശാച് അങ്ങനെയാണ്, പിശാച് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ കേട്ടിരിക്കുന്നത്. അവൻ്റെ വായിന്ന് വന്നൊരു വാക്കാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആരോടായി പറയുന്നത് അറിയാമോ? യേശുവിനോട് പരീക്ഷിക്കാൻ കൊണ്ടുവന്നിരിക്കുക. താഴോട്ട് ചാടിക്കോ,
ദൈവം നിന്നെ സൂക്ഷിക്കും. അതിൻ്റെ അർത്ഥം ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറത്തില്ലെന്ന് ഈ ലോകത്തിലെ സകല വിശ്വാസിയെക്കാളും പിശാചിന് ഉറപ്പ്. താനൊരു വാക്ക് പറഞ്ഞാൽ താൻ അത് മാറത്തില്ല. ഹല്ലേലൂയ. തൻ്റെ സ്വഭാവം തന്നെ വിശ്വസ്തൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് പറയുകയാണ്, താഴോട്ട് ചാടിക്കോ, കർത്താവിൻ്റെ ദൂതന്മാർ താങ്ങും. കർത്താവ് പറഞ്ഞു, അടുത്ത വാക്ക് നീ വായിക്കാഞ്ഞിട്ടാണ് നിന്റെ ദൈവമായ യഹോവയെ നീ എന്ത് ചെയ്യരുത്. അതിൻ്റെ അർത്ഥം ഞാൻ ചാടിയിട്ട് വേണ്ട ദൈവം എന്നെ സൂക്ഷിക്കുന്നവനെന്ന് കാണിക്കേണ്ടത്. ഞാൻ ഇനി വീണാൽ അവൻ എന്നെ സൂക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇതാ കർത്താവ് പറയുന്നത്. അതായത് അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ചാടിയാൽ പിടിക്കുമെന്നല്ല, ഞാൻ വീണാൽ പിടിക്കും. നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. പലരും ചിന്തിക്കുന്നത് കർത്താവ് എന്നെ പണ്ട് ഞാൻ എന്നാൽ ഓർക്കുന്നുണ്ട്, ഒരു കുറേ നാൾ മുമ്പ് ഒരു യൂട്യൂബിൽ വീഡിയോയിൽ ഞാനിത് കണ്ടതാണ്, സത്യമാണോ ശരിക്കറിയത്തില്ല, എങ്കിലും കണ്ടത് വെച്ച് പറയുക, പാമ്പ് കടിച്ചാലും ചാകത്തില്ല, മരണകരമായ യാതൊന്ന് കുടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിട്ട് ഉടനെ വിഷമെടുത്ത് കുടിച്ചിട്ട് ആ മനുഷ്യൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചൊല്ലം ചോദിച്ചു, ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ യേശു പറഞ്ഞു ദൈവത്തെ പരീക്ഷിക്കാൻ ചെയ്യരുത്, എന്നാൽ ഞാൻ വിഷം കുടിക്കാം. അഥവാ ഇനി നിങ്ങൾ മരണകരമായത് എന്തെങ്കിലും ഭക്ഷിച്ചാൽ, അത് കൂടോത്രമായിക്കോട്ടെ വിഷമായിക്കോട്ടെ, നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ അറിയാതെ ഭക്ഷിച്ചു പോയി, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒന്നും ഒരു ദോഷവും വരത്തില്ല. കാര്യം നിങ്ങളവിടെ പരീക്ഷിക്കുകയല്ല, ദൈവത്തിൻ്റെ കരുതലിൻ്റെ അകത്താന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുക. ആമേൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാനെന്ന് പറഞ്ഞു തരാം. ഒന്ന്, ഇറ്റ് ഈസ് റിട്ടൺ, അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, 10ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ മറുപടി കേട്ട ഉടനെ അവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അപ്പോൾ പിശാച് അവനെ വിട്ട് ഓടിപ്പോയി. അതേ വചനം യേശു വിളിച്ചു പറഞ്ഞു, അങ്ങനെ എഴുതിയിരിക്കുന്നു. അത് പറഞ്ഞപ്പോൾ, ആ എഴുതിയിരിക്കുന്നുള്ളത് യേശു ഉയർത്തിപ്പിടിച്ചപ്പോൾ പിശാച് അപ്പോൾ അവനെ വിട്ട് ഓടിപ്പോയി എന്ന് പറയാനിടയായി തീർന്നു. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എഴുതപ്പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ പിശാച് ഓടിപ്പോകുന്നു പറ. എഴുതപ്പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ പിശാച് ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പറയാൻ നിങ്ങൾ തയ്യാറെങ്കിൽ പിശാചെ എന്ന് ഓടിക്കേണ്ട കാര്യമില്ല, അവൻ ഓടിപ്പോകാൻ ഇടയായിത്തീരും. കാരണം എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം നടക്കുമെന്നുള്ളത് നിങ്ങളെക്കാൾ ഉറപ്പ് പിശാചിനുണ്ട്. നമുക്കാണ് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്, ദൈവമേ ഈ കാര്യം ശരിയാകുമോ, ഈ കാര്യം നടക്കുമോ, ബ്രദറെ പ്രാർത്ഥിക്കുന്നുണ്ടോ, ബ്രദർ ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, ബ്രദർ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക. നമ്മളിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയോ, നമ്മളിങ്ങനെ നമുക്ക് എന്തോ അങ്ങനെ ചെയ്യുന്ന കാര്യം അറിയോ, നമ്മുടെ ഉള്ളിൽ ആ ഉറപ്പ് വരുന്നില്ല. അങ്ങനെ പറയുന്നത് കൊണ്ട് ബ്രദറിന് ദേഷ്യം വരുന്ന ഒരു ആശയമല്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ബ്രദറെ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ബ്രദർ ഇന്നേയും പിന്നെ ഒരു 10 മണിക്കൂർ എടുത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് ഒന്നാമത്തെ സമയമില്ല. ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇതിൽ ബലപ്പെടണം. എന്തായാലും ബലപ്പെടേണ്ടത് എഴുതപ്പെട്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും എന്നതിൽ ബലപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വചനം കേൾക്കാറുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പ് കയറുന്നില്ല. അപ്പം എങ്ങനെ ഈ ഉറപ്പ് കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉറപ്പ് എനിക്കോ നിങ്ങൾക്കോ നിർമ്മിക്കാൻ കഴിയത്തില്ല. ഈ ഉറപ്പ് ദൈവം തരണം. ദൈവം എങ്ങനെയാണ് നമുക്ക് ഈ ഉറപ്പ് തരുന്നറിയോ? ദൈവം നമുക്ക് ഈ ഉറപ്പ് തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് നമുക്ക് ദൈവം ഉറപ്പ് തരുന്നത്. എങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ ഈ ബന്ധത്തിലേക്ക് വരാൻ പറ്റും. ദൈവാശ്രയത്തിൽ ജീവിക്കുക. എന്താണ് ഈ ദൈവാശ്രയം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഡ്രൈവിംഗ് അറിയത്തില്ല. എളുപ്പത്തിലൊരു ഉദാഹരണം എനിക്ക് മനസ്സിലായത് പറഞ്ഞു തരാം. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തേ ഇല്ല, പക്ഷെ എനിക്ക് തിരുവനന്തപുരത്ത് പോയേ പറ്റത്തുള്ളൂ, കോട്ടയത്തുനിന്ന്. ഒരു രക്ഷയില്ല, എനിക്ക് പോയേ പറ്റത്തുള്ളൂ, പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അപ്പോഴാണ് തോമസ് ബ്രദർ അതിലേ വരുന്നത്. അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസും ഉണ്ട്, വണ്ടിയും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ഓടി വന്നിട്ട് പറയും, തോമസ് ബ്രദറെ എന്നെ ഒന്ന് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ട് വിടാൻ പറ്റൂ. അദ്ദേഹം ട്രിവാൻഡ്രം പോകാൻ നിൽക്കുവാന്ന് വിചാരിച്ചു. ഉറപ്പായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് മാറത്തില്ല. അദ്ദേഹം ചായ കുടിക്കാൻ പോകാൻ ഞാൻ അങ്ങോട്ട് പോകും, അദ്ദേഹം എങ്ങോട്ടൊക്കെ പോകുന്നു ഞാൻ അങ്ങോട്ടൊക്കെ പോകും. കാര്യം ഞാൻ ആവശ്യക്കാരനാണ്. ഈ വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല, വണ്ടിയുമില്ല. ഇത് തന്നെയാണ് വിശ്വാസ ജീവിതം. നിങ്ങൾ ആദ്യം തിരിച്ചറിയാം, എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇങ്ങനൊരു ബോധത്തിലേക്ക് വരണം. അപ്പോൾ എനിക്ക് ചെറിയൊരു വരുമാനം ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന മിണ്ടരുത്. ചെറിയ വരുമാനം ഉള്ളതുകൊണ്ടല്ല, ദൈവം ഉള്ളത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പറഞ്ഞാൽ ഇനി വർദ്ധിക്കും. അപ്പോൾ ഇപ്പം കുഴപ്പമൊന്നുമില്ല, കുറച്ച് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും നടക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ദൈവം എന്നെ നിർത്തുന്നത് കൊണ്ടാണ് നിൽക്കുന്നത്. ഒരു മരുന്നും വേണ്ട, നിങ്ങൾ നിൽക്കും.
അങ്ങനെ പറഞ്ഞു പഠിച്ച് അങ്ങനെ ഒന്ന് ശീലിച്ച് ദൈവമാണ് എന്നെ നടത്തുന്നത്. ഈ ഉറപ്പ് കുറയുമ്പോൾ പലപ്പോഴും നമ്മുടെ അകത്ത് ഭാരങ്ങളുണ്ടാവും. ഈ ഉറപ്പുകൾ കുറയുമ്പോൾ നമ്മുടെ അകത്ത് എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉറപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം കർത്താവ് പറഞ്ഞതുപോലെ എഴുതപ്പെട്ടതിനെ വിളിച്ചു പറയണം. ഞാനിന്ന് വൈകുന്നേരം ഞാൻ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ, നമ്മുടെ ജിസ്മോൻ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ വല്ലാതെ ഭയങ്കര ഒരു സങ്കടത്തിലായിരുന്നു. എനിക്ക് മാനസികമായിട്ട് എന്തോ പെട്ടെന്നൊരു വിഷമം എൻ്റെ മനസ്സിൽ വന്നു. അദ്ദേഹത്തോട്ട് സംസാരിച്ചു. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് വന്ന് സാധാരണ പോലെ സംസാരിച്ചു. അദ്ദേഹം കുറേ വചനങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്തൊരു സമാധാനം, പെട്ടെന്ന് എൻ്റെ അകത്തൊരു ബലം, പെട്ടെന്ന് എൻ്റെ അകത്തൊരു ധൈര്യം അതുണ്ടായി. അപ്പം ഞാൻ തോർത്തു അത്രയും നേരം ഞാൻ ഇങ്ങനെ ഒരു നൂല് പൊട്ടിയ ഒരു പട്ടം പോലെ കറങ്ങി നടക്കൊണ്ടിരിക്കുമായിരുന്നു, എന്തൊക്കെയോ ചിന്തിച്ച്. പക്ഷെ പെട്ടെന്ന് ആ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ, ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ ഒരു ബലം ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, എൻ്റെ ഉള്ളിലേക്ക് ദൈവാശ്രയം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പം ഇത് തന്നെയാണ് യേശു ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് റിട്ടേൺ, അങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിശാചിന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അടുത്ത വചനം യേശു എടുത്ത് ഉപയോഗിക്കും. അടുത്ത വചനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, യേശു അടുത്ത വചനം അങ്ങ് എടുക്കും. ഏത് വചനം എടുത്താൽ അവൻ വിട്ടുകൊള്ളും. ഇപ്പം യേശു പറഞ്ഞു നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് പിശാചേ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അപ്പോൾ പിശാച് എന്നാൽ ഞാൻ പോവാകട്ടെ. എന്തുകൊണ്ടായിരിക്കും അവൻ പോകാൻ തയ്യാറെന്നറിയോ? ഇനി അടുത്ത വചനം യേശു എടുക്കുമെന്ന് വിചാരിച്ചു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് ഇറ്റ് ഈസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആ പിശാച് എന്ന് പറയുന്ന ബാധ അപ്പം തന്നെ കത്തിപ്പോവും. അതറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് അവനോട് ഓടിപ്പോയി. കാര്യം അടുത്ത വചനം എടുത്താൽ ഇറ്റ് ഈസ് റിട്ടേൺ, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളുടെ മേൽ അവരുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്നതിനെ നോക്കിയിട്ടൊന്ന് പ്രവചിച്ചു പറയണം, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, യേശുവിൻ്റെ സാക്ഷികളായി തീരും, ജാതികളുടെ മധ്യ എൻ്റെ സന്തതികളും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും, അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയൊന്ന് പറഞ്ഞു നോക്കിക്കേ, തലമുറകളുടെ ഭാവിയുടെ വാതിൽ തുറക്കുന്നത് കാണാൻ പറ്റും. ആമേൻ. ഞാൻ അടുത്ത വാക്യം ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്കിലേക്കൊന്ന് വരാം. ഈ ഒരു വാക്യം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു വാക്യമാണ്. ഫിലിപ്പിയ ലേഖനത്തിലെ ഈ വാക്യം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഏത് സന്ദർഭമാണെന്ന് അറിയാം? ഈ വചനം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും അറിയാവോ? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയാവോ? നമ്മൾ നമ്മുടെ കടഭാരം മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന വചനമാണ്, വചനങ്ങളിൽ ഒന്നാണ് ഈ വാക്യം. കടഭാരങ്ങൾ മാറാൻ ഉപയോഗിക്കുന്ന വചനങ്ങളിൽ മെയിനായിട്ടുള്ള വചനങ്ങളിൽ ഒരു വചനമാണ് ഈ വചനം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. എന്നാൽ ഒരു സഹോദരി ഒരു ദിവസം ഈ ഒരു വചനം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. അവിടെ ഒരു വാക്യം ഞാൻ ഇന്നാൾ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഓൾ യുവർ നീഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ യുവർ നീഡ്സ്. അതിൻ്റെ അർത്ഥം നമ്മുടെ മലയാളം ബൈബിളിലേക്ക് എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെ, ഇപ്പം നമ്മൾ ഭയങ്കര വലിയ ബുദ്ധിമുട്ടിൻ്റെ അകത്താണ് നിൽക്കുന്നതെന്നാണ് മലയാളത്തിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുന്നൊരു വാക്കിനേക്കാൾ നല്ലത് ഓൾ യുവർ നീഡ്സ്, എൻ്റെ ആവശ്യങ്ങൾ. അപ്പം ബുദ്ധിമുട്ടിൻ്റെ അകത്തല്ല, അതിൻ്റെ അർത്ഥം നമ്മൾ വലിയൊരു പ്രശ്നത്തിൻ്റെ അകത്ത് നിൽക്കുക എന്നല്ല. ആ ഒരു വാക്കിന് എനിക്ക് മനസ്സിലായി വെച്ച് ഞാൻ പറയുന്നത്, വചനം പറഞ്ഞിരിക്കുന്നത് ഓൾ യുവർ നീഡ്സ്, എൻ്റെ ആവശ്യങ്ങളിൽ ഒക്കെയും. സൗണ്ട് കിട്ടുന്നില്ല ആരെന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് അവരോടൊന്ന് കമൻറ്റ് ചെയ്യുക എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ ഈ ഓൾ യുവർ നീഡ്സ് എന്നുള്ള വാക്യത്തിൽ ആ സഹോദരി എന്ന് പ്രാർത്ഥന കൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആ സഹോദരി ആ ഒരു വാക്ക് മാത്രം ചാടി പിടിച്ചിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞു, 12 വർഷമായിട്ട് എന്തോ തലമുറയില്ലാതെ ഭാരപ്പെടുമായിരുന്നു. ഈ വചനം പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമോ ഓൾ യുവർ നീഡ്സ് എന്നുള്ളടത്ത് കർത്താവ് എനിക്ക് തലമുറ തന്നതിന്, എൻ്റെ നീഡ്സ്, എൻ്റെ ഇപ്പോഴത്തെ നീഡ് തലമുറ വേണമെന്നാണ്. 12 വർഷമായിട്ട് ആ സാക്ഷി നമ്മൾ കുറേ നാൾ മുമ്പ് കേട്ടതാണ്. സഹോദരി ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ഒന്ന് പ്രതികരിച്ചോണം, ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ. അപ്പം എന്ത് ചെയ്തു? കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമോ 12 വർഷമായിട്ട് ഇല്ലാത്ത കുഞ്ഞ്, 12 വർഷം എനിക്ക് കറക്റ്റ് എനിക്ക് കണക്കാൻ ഓർക്കുന്നില്ല കേട്ടോ, പറഞ്ഞ കണക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കേട്ടത് വെച്ചാണ്, 12 ആണോ 7 ആണോ എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു കണക്കാണ് പറഞ്ഞത്. സഹോദരി പറഞ്ഞു, എൻ്റെ തലമുറ എനിക്ക് തലമുറയെ തന്നതിന് നന്ദി. അപ്പം മഹത്വത്തോടെ, ധനം എന്നുള്ള സഹോദരി പറഞ്ഞു എനിക്കറിയത്തില്ല, മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തോളം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു. ആ വാക്യം എങ്ങനെയൊക്കെ പറഞ്ഞു, ഓൾ യുവർ നീഡ്സ് എന്നൊക്കെ പറഞ്ഞു. സഹോദരിക്ക് തലമുറയുണ്ടായി. അപ്പം ഇതെന്തുകൊണ്ടാണ് തലമുറയുണ്ട്? സാധാരണ ബ്രദർ ഇത് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് ഉപയോഗിക്കുന്ന വചനമല്ലേ? സത്യം, അത് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ പറ്റി, സാമ്പത്തിക അനുഗ്രഹത്തെപ്പറ്റി തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തൊട്ട് മുകളിലത്തെ വാക്യങ്ങളൊക്കെ വായിച്ചാൽ മതി. പക്ഷെ അവിടെ ആ സഹോദരി ഓപ്പറേറ്റ് ചെയ്തപ്പോൾ, ആ വേർഡ് ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് നീഡ്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു, ആവശ്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചു.
അപ്പോൾ ആ സഹോദരിക്ക് സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല, പക്ഷെ അവിടെ ഇപ്പോൾ ഒരു ആവശ്യം മഹത്വം വെളിപ്പെടണം. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം ആ സഹോദരി പറഞ്ഞതാണ് ഇനി ഒരു കുഞ്ഞുണ്ടാകത്തില്ല, തലമുറ ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവ മഹത്വം വെളിപ്പെട്ടാൽ തലമുറ ഉണ്ടാകും. എൻ്റെ ആവശ്യം കുഞ്ഞാണ്, എനിക്ക് വേണ്ടത് ദൈവമഹത്വമാണ്. അത് രണ്ടും ബൈബിൾ തുടങ്ങുന്നത് 2012-13 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ഫോൺ ഇറങ്ങിയ സമയത്താണ് ആ മൊബൈലിൽ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസം എനിക്ക് തോന്നി. അദ്ദേഹം ഇങ്ങനെ മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ, ആ സമയത്തൊക്കെ ഇത് ആൻഡ്രോയിഡൊക്കെ ഇറങ്ങിയ സമയമാണ്, അദ്ദേഹം മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ബൈബിൾ നോക്കുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ പല ടൈപ്പ് ബൈബിളുണ്ട്, പല ലാംഗ്വേജിൽ, ഇംഗ്ലീഷും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. കാര്യം ബൈബിൾ ഇങ്ങനെ ഫോണിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, പാട്ടുപുസ്തകം, ബൈബിള്, അതൊക്കെ ഇങ്ങനെ മൊബൈലിൽ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, അയ്യോ ഈ മൊബൈൽ കിട്ടിയേ കൊള്ളാം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ മേടിച്ച, അതിൻ്റെ വില കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം അത്രയും വലിയ പൈസ ഉണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുറച്ച് വിഷയങ്ങൾ എനിക്ക് ഒതുങ്ങാൻ പറ്റും. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇത്രയും വലിയ തുക കൊടുത്ത് മേടിക്കാനില്ല. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മൊബൈൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം ബൈബിൾ നോക്കുക, ഒത്തിരി ബൈബിൾ അതിൻ്റെ അകത്തുണ്ട്, പാട്ടുപുസ്തകം കൊണ്ട്. എനിക്കൊരു ഇഷ്ടം തോന്നി അതിനോട്. ഏറ്റവും നല്ലത് ബൈബിൾ ഉപയോഗിക്കുന്നതന്നെ കേട്ടോ, ബൈബിൾ വായിക്കുന്നതാണ് ഏറ്റവും നല്ല ശീലം. നിങ്ങൾ പുസ്തകം തുറന്ന് ബൈബിൾ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ എൻ്റെ ആ സമയത്തൊരാഗ്രഹം, എന്നാൽ ബൈബിൾ ഫോൺ നോക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, യാത്രയിലാണ്, ഫോൺ നോക്കി ബൈബിൾ വായിച്ചാൽ തെറ്റൊന്നുമില്ല. എന്നാൽ കുറച്ചും കൂടെ ഞാൻ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് പുസ്തകം തുറന്ന് വായിക്കുന്നത് തന്നെയാണ്. അത് വായിച്ചാലേ അങ്ങനെ നടക്കത്തുള്ളൂ എന്നൊരു ആശയമൊന്നുമല്ല, എല്ലാം നല്ലതാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ ടെക്നോളജിയാണ്, നമ്മളെല്ലാം ഉപയോഗിക്കണം. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ആഗ്രഹം, അപ്പം ഞാനിങ്ങനെ ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കുവാണ്. പക്ഷെ അത് മേടിക്കാൻ ആ സമയത്ത് എൻ്റെ പൈസയില്ല. പകരം എൻ്റെ കയ്യിലുള്ളത് വചനമാണ്. ഇങ്ങനെ കുറേ വചനങ്ങൾ എൻ്റെ കയ്യിൽ എപ്പോഴും പോക്കറ്റിലുണ്ട്. പൈസയ്ക്ക് പകരം വചനങ്ങൾ എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഒരു വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഞാനൊരു വെളിയിൽ നിൽക്കുവാണ്. വെളിയിൽ നിന്നുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് എന്തോ ഒരു പത്രം എടുക്കാൻ വേണ്ടി അവരുടെ ആ ഒരു വീടിൻ്റെ മുമ്പിൽ നിന്നും ഞാൻ അകത്തോട്ട് കയറിയില്ല, എന്തോ തിരക്കിലായിരുന്നു. എന്തോ എടുക്കാൻ വേണ്ടി, പത്രമല്ല, എന്തോ എടുക്കാൻ വേണ്ടി കൈ നീട്ടിയ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന ഒരു പഴയ ഫോണായിരുന്നു. അത് ആ ഒരു ഭിത്തിയിൽ, അതായത് ഒരു ഞങ്ങളുടെ നാട്ടിൽ ഈ അരഫ്രൈസേ എന്നാണ് പറയുന്നത്, ഈ ചെറിയ ഭിത്തിക്ക്, നിങ്ങളുടെ നാട്ടിലേക്ക് അറിയത്തില്ല, കുഞ്ഞു ഭിത്തിക്ക്, അരമതിൽ എന്നൊക്കെ പറയുന്ന പോലെ വീടിൻ്റെ ഫ്രണ്ടിൽ, അതേൽ അമങ്ങിയിട്ട് ഉണ്ടായിരുന്ന ഫോണും കൂടെ എൻ്റെ ഡിസ്പ്ലേയും പോയി. അത് നന്നാക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും ആ സമയത്ത് അവർ പറഞ്ഞു 1,500 രൂപയാവും, പിന്നെ എൻ്റെ ചാർജ് വേണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് മാറാൻ എൻ്റെ കയ്യിലില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം ഇത് വേണം. ഞാൻ എൻ്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് പറയുമല്ല, ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. അപ്പം ഞാൻ അത് മാറാൻ വേണ്ടി നടന്നപ്പോൾ അയാൾ പറഞ്ഞു ഇതിന് വലിയ പൈസ. അപ്പോൾ അവിടെ ഇതുപോലെ കുറേ മൊബൈൽ ഇരിപ്പുണ്ട്, അതിനൊക്കെ വില ചോദിച്ചപ്പോഴേക്കും ഈ ഡിസ്പ്ലേ മാറാൻ പോലും ആ സമയത്ത് എൻ്റെ കയ്യിലില്ല. ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത്, അതെൻ്റെ കയ്യിലില്ല. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരു നിരാശ തോന്നിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു വിശ്വാസിക്കകത്ത് ഒരിക്കലും ചെറിയ രീതിയിൽ ചിന്തിക്കരുത് നിങ്ങൾ. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉള്ള കഞ്ഞിയും കുടിച്ച് ഉള്ള മുളകും പൊട്ടിച്ച് എത്ര ടേസ്റ്റ് അല്ല, ചിലരിങ്ങനെ പറഞ്ഞു നല്ല ടേസ്റ്റൊക്കെയാണ്, പക്ഷെ അതിൽ ഒതുങ്ങരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ രാജാവിൻ്റെ മക്കളാണ്. നമ്മുടെ മൈൻഡ് സെറ്റപ്പിൽ ചേഞ്ചസ് വരുത്തണം. നമുക്കിഷ്ടമാണ് മുളക് പൊട്ടിച്ചതും ചോറും ഒക്കെ നല്ലതാണ്, അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമൊക്കെ, കിട്ടിയാൽ ഇപ്പോൾ കഴിക്കാൻ റെഡിയാണ്. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പിൽ വ്യത്യാസം വരുത്തണം. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, നമ്മുടെ മൈൻഡ് സെറ്റപ്പിൽ ചേഞ്ചസ് ഉണ്ടാകണം. അപ്പോൾ ഈ വചനമെല്ലാം തലയ്ക്കകത്ത് കയറിയത് കൊണ്ട് മനസ്സിൻ്റെ അകത്ത് ഈ ഒരാഗ്രഹം അത് വേണം. പക്ഷെ ഞാൻ ആലോചിച്ച് ഒത്തിരി സെക്കൻഡ് ഹാൻഡ് ഞാൻ അന്വേഷിച്ച് നടന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എൻ്റെ കൂടെ ഒരു ബ്രദറും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുക, ചില ബ്രദർമാർ ഭയങ്കര സപ്പോർട്ടാണ്. കാര്യം ഡിസ്പ്ലേ മാറാൻ പൈസ ഇല്ലെന്ന് പുള്ളിക്ക് അറിയാഞ്ഞിട്ടും എൻ്റെ കൂടെ ഈ ആൻഡ്രോയിഡ് ഫോൺ തപ്പാൻ വേണ്ടി പുള്ളിയും വന്ന്. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാനിത് വചനം മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുമായിരുന്നു, പുള്ളി എൻ്റെ കൂടെ വന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല, ബ്രദറെ ഈ ഡിസ്പ്ലേ മാറാൻ കാശില്ലാത്ത ബ്രദർ എങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞ, ഇന്നത്തെ കാലത്ത് ആൻഡ്രോയിഡ് ഫോൺ ഇപ്പം മേടിക്കണമെങ്കിൽ എനിക്ക് ഈ വളരെ ദൈവകൃപയാൽ ഈസിയാണ്, അന്നത്തെ കാലത്ത് വലിയ സംഭവമാണ്. അപ്പോൾ ഈ പുള്ളി എൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ ആലോചിക്കുക, ഒരു സ്ഥലത്ത് പോലും പുള്ളി നെഗറ്റീവ് പറയുന്നില്ല. കാര്യം പുള്ളി എന്നോട് പറയും നമുക്ക് ആ കടയിൽ പോവാം, ഈ കടയിൽ പോവാം. പുള്ളിക്കും അറിയാം എൻ്റെ പൈസ ഇല്ലെന്ന്, പക്ഷേ എങ്ങനെ ഉണ്ടാവും എനിക്കും അറിയത്തില്ല. ഞങ്ങൾ കുറേ അലഞ്ഞു, കാശില്ല, തുറക്കാൻ വേണ്ടി പോവാണ്. അവൻ്റെ എല്ലാ മേഖലകളിലും ഇന്ന് കർത്താവ് അവൻ്റെ ജീവിതത്തിൽ കാണത്തക്കവണ്ണം പ്രത്യക്ഷമായ അടയാളങ്ങളെ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്തൊന്ന് വെച്ചേ, എന്നിട്ട് യേശുവിൻ്റെ നാമത്തിലൊന്ന് കൽപ്പിക്കാൻ പോവുക, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്, ദീർഘായുസുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ആരോഗ്യം എൻ്റെ ആവശ്യമല്ല, എൻ്റെ അവകാശമാണ്. എൻ്റെ ദീർഘായുസ് എൻ്റെ ആവശ്യമല്ല, എൻ്റെ അവകാശമാണ്. അങ്ങനെ വേണം പറഞ്ഞ് പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടായിരുന്നു, വന്നതാ
ഞാൻ എന്തിനാ ഈ വേദന ചുമക്കുന്നത്? യേശു ചുമന്നതാ, എനിക്ക് ചുമക്കേണ്ട ആവശ്യമില്ല. യേശു ചുമന്ന് മാറ്റിയതിനെ, യേശു ഏറ്റതിനെ ഞാൻ ഏൽക്കേണ്ട കാര്യമില്ല. തമ്പുരാന്റെ മുറിവെൻ്റെ ആരോഗ്യമാണ്, യേശുവിൻ്റെ ക്രൂശ് എൻ്റെ സമാധാനമാണ്. കർത്താവിനാൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ശാപത്തെയും രോഗത്തെയും പാപത്തെയും എല്ലാം ക്രൂശിലേറ്റു മാറ്റിയതുകൊണ്ട് കർത്താവിൽ ഞാൻ അനുഗ്രഹമാണ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് എല്ലാ ദിവസവും പറ, ഞാൻ രോഗിയാന്നല്ല പറയേണ്ടത്, യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്, യേശുവിൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം മാറി. ഇത് തന്നെ 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 പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും. പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. സമൃദ്ധിക്കായി നന്ദി, ഉയർച്ചയ്ക്കായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് കർത്താവ് ഇടപെട്ട ആലോചനയുള്ളവരോ സാക്ഷ്യമുള്ളവരോ ചുരുക്കം വാക്യത്തിൽ ഈ സമയത്ത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയം പറയരുത്. പലപ്പോഴും ഞാൻ പറയുമ്പോൾ ആൾക്കാർ പിന്നെയും റിപ്പീറ്റ് ചെയ്യണം. വാട്സാപ്പിലാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നത്. വാട്സാപ്പ് നമ്പർ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നു. സോണിയയെ ആരെങ്കിലും അറിയുന്ന ബ്രദർ ചോദിച്ചു, പക്ഷെ എനിക്ക് അതിന്റെ പെട്ടെന്ന് പറയാൻ പറ്റിയില്ലായിരുന്നു. അതിന് ഇന്നലെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അത് സോറി ബ്രദറെ. അപ്പൊ സോണിയ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സഭയിൽ വരുന്ന ഒരു സഹോദരിയുടെ മകളാണ്. അപ്പൊ ആ സഹോദരിയാണെങ്കിൽ ക്യാൻസറിന്റെ രോഗത്തിൽ ഭാരപ്പെട്ട് ഇപ്പൊ നിയർലി എനിക്ക് തന്നെ 1 ഇയറോളായി. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. ദൈവത്താല സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ആ സഹോദരി മരണപ്പെട്ടു. ആ സഹോദരിയുടെ മകളാണ് ഈ സോണിയ. അപ്പം ഞാനാണെങ്കിൽ ഇന്നലെ അത് ബ്രദറിനോട് പറയാൻ എനിക്ക് പറ്റിയില്ല. ഞങ്ങളിപ്പോ ആ വീട്ടിലൊന്ന് പോയിട്ട് വരാം. കൊച്ചു ഭയങ്കര ദുഃഖത്തിലും ഇങ്ങനെ ഇരിക്കുക ബ്രദറെ. കർത്താവ് അത് ഇടപെട്ടതായിരുന്നു. നിങ്ങളത് ഏറ്റെടുത്ത് ഞാൻ അന്നേരം അങ്ങനെ ആലോചനകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രതികരിച്ച് അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തണം. കാര്യം ദൈവം ചിലത് ചെയ്യാൻ, നമ്മളിലൂടെ അത് ചെയ്യാനും പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി അത് ശ്രദ്ധിച്ചോണം. അങ്ങനെ ആലോചനകൾ വരുമ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും ആളുകൾ ഇതിൻ്റെ അകത്ത് കൂടുന്ന സമയത്ത് എനിക്ക് കുറച്ച് പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തുള്ളൂ. ബാക്കി നിങ്ങൾ ഇട്ടേക്കുന്ന പേരുകൾ പോലും ഇപ്പം തന്നെ സഹോദരൻ പറഞ്ഞിട്ടില്ലേ, ആ പേര് പോലും ചിലപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു പേരോ ചിലപ്പോൾ കോഡോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇട്ടിരിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ എല്ലാവരെയും അറിയത്തില്ല ആരൊക്കെ കയറുന്നത്. നമ്മൾ വീഡിയോ ഒന്നും ഓണല്ല 3/4 പേരുടെ. അപ്പോൾ അതുകൊണ്ട് ആലോചന ഏറ്റെടുക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ അതിനോട് പ്രതികരിച്ചോണം. എന്തായാലും സിസ്റ്റർക്ക് അത് കഴിഞ്ഞില്ല എങ്കിലും കർത്താവ് ആ മകളെ പോയി കാണണം, മകളോട് പറയണം, മകളെ ആശ്വസിപ്പിക്കണം, അവർക്ക് ബലം കൊടുക്കണം കേട്ടോ. ബ്രദറെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ബ്രദർ ഇന്നാളീ പറഞ്ഞില്ലായിരുന്നോ സുമയുടെ കാര്യം, തയ്ക്കുന്ന സുമയുടെ കാര്യം? വീട്ടിൽ മിഷനുണ്ട്. എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ മോളുടെ കാര്യം പറഞ്ഞ മോളെ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഓക്കെ, ഇപ്പൊ വിശേഷമുണ്ട്. അത് ഇങ്ങനെ ബ്രദർ ഇങ്ങനെ വിവരം അറിഞ്ഞത് അവക്കുണ്ടെന്ന് അതിൽ ഒത്തിരി 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 സന്തോഷമുണ്ട്. ആമേൻ. സിസ്റ്റർ പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്. ഒരു ദിവസം എനിക്ക് വന്ന സിസ്റ്റർ അന്ന് യൂട്യൂബിൽ എന്തായിരുന്നു കേട്ടത് എനിക്ക് തോന്നി, എനിക്ക് അറിയത്തില്ല, സൂമിലാണ്, എനിക്ക് അറിയത്തില്ലായിരുന്നു. കർത്താവ് ഇടപെട്ട 2 കാര്യമാണ്. സുമ സഹോദരി ദൈവം ഇടപെട്ടത് വെറുതെ അല്ല, ഒരു തയ്യൽ മെഷീനുമായിട്ട്. അപ്പം എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തയ്യൽ മെഷീൻ ജോലി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. കുട്ടി എൻ്റെ വീടിന്റെ അടുത്ത് എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവര് വിളിച്ചു പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആ സാക്ഷ്യം കേട്ടായിരുന്നു. സിസ്റ്റർ അന്ന് പ്രാർത്ഥനയിലില്ലായിരുന്നു. പക്ഷേ അന്ന് യൂട്യൂബിൽ എനിക്ക് വന്ന സിസ്റ്റർ വേറൊരാൾ കേട്ടിട്ട് പറഞ്ഞു, സുമയെന്ന് പറഞ്ഞ ഒരാളെ കർത്താവ് സ്പർശിക്കും, സുമയുടെ മോളെ ദൈവം തൊടുന്നു. തയ്യൽ മെഷീനുമായിട്ടിരിക്കുന്ന ഒരാളാണ്, തയ്യൽ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ സഹോദരി പറഞ്ഞ പോലെ തന്നെ വേറൊരാളാണ് പറഞ്ഞു കൊടുത്തത്, ചേച്ചിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ സഹോദരി പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴാണ് മകളുടെ വിഷയം ഇപ്പം പറഞ്ഞതിൽ 3 വർഷമായിട്ട് തലമുറയില്ലായിരുന്നു. അപ്പോൾ ഓർത്തോണം, സഹോദരി പ്രാർത്ഥനയ്ക്കില്ല ആ സമയത്ത്. എന്നാൽ മറ്റൊരാളെ പറഞ്ഞത് മോളുടെ വിഷയം ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. 3 വർഷമായിട്ട് തലമുറയില്ലായിരുന്നു. കർത്താവ് തൊട്ട് ഉദരത്തെ തുറന്നു, അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ കൊടുത്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദർ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ പറന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ആലോചനയുണ്ട്. ദൈവത്തിന്റെ വക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. ഇതുകൂടി കൂട്ടിച്ചേർക്കാൻ ഇങ്ങനെ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 തവണ എന്നെ വളരെ ആഴത്തിൽ ശ്രദ്ധിച്ചൊരു വാക്യമാണ്. എനിക്ക് വന്ന 2017
എനിക്കും വൈഫിനും ഒരേ സമയത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങളൊരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇടപെട്ടൊരു വാക്യമാണ് ധനവും മാനവും പുരാതന സമ്പത്തും. പിന്നീട് UK വന്ന സമയത്ത് 2020 എൻ്റെ ഇവിടെയുള്ള ഒരു പ്രാർത്ഥിക്കുന്ന സഹോദരൻ ജിസ്മോ എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹത്തിലൂടെ ഇതേപോലെ ഞങ്ങൾ സിറ്റുവേഷൻ കടന്നു പോയപ്പോൾ വീണ്ടും ദൈവം ഊട്ടി ഉറപ്പിച്ചൊരു വാക്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ആ വാക്യം സിസ്റ്റർ പറഞ്ഞ ശരിയാ, ഞാനത് പറയാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഞാനത് ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു ആ വാക്യം, പക്ഷെ അത് എടുത്തു കാണിക്കാൻ പറ്റിയില്ല. ആ വാക്യം ഇതിനകത്ത് അത്യാവശ്യമായിട്ടൊരു വാക്യമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിർബന്ധം കർത്താവ് തന്നെ തന്നതാണ്. അതുകൊണ്ട് ആ വാക്യം ശ്രദ്ധിച്ചോണം. യെശയ്യാവിലൊരു വാക്യമാണ്, ധനവും മാനവും പുരാതന സമ്പത്തും യഹോവയ്ക്കുള്ളതാണ്, ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ആമേൻ പറഞ്ഞിട്ടെടുത്ത് ഇതൊക്കെ നമുക്കുള്ളതാണ്. ലോട്ടറി അടിക്കാൻ വേണ്ടി നടക്കരുത്, പകരം കർത്താവിൻ്റെ സമ്പന്നതയ്ക്ക് വേണ്ടി നമ്മൾ വാഞ്ചിക്കണം. അത് നമ്മുടെ മേൽ വന്നിരിക്കും, ഉയർച്ച തന്നെ പ്രാപിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, ഞാൻ ഉച്ചയ്ക്ക് മുതൽ എന്റെ കൈ പൊന്തിക്കാൻ പറ്റാതെ നല്ല വേദനിച്ചിരിക്കുകയായിരുന്നു. കൈ മേലോട്ട് പൊന്തിക്കാൻ പറ്റണ്ടായിരുന്നില്ല, കൈനെ തിരിക്കാൻ പറ്റില്ല, വല്ലാത്ത വേദനയായിരുന്നു. ഇപ്പൊ നമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ കൈയുടെ വേദന നിശേഷം മാറി. ഒട്ടും വേദനയില്ല, കൈ പൊന്തിക്കാൻ പറ്റുന്നുണ്ട്, ചിരിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആമേൻ 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 ആമേൻ. കർത്താവെ, അങ്ങ് തൊട്ട സൗഖ്യത്തിന് പ്രിയ സിസ്റ്റർ പറഞ്ഞത് തന്നെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു, തിരിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇന്ന് ഒരുമിച്ച് നമ്മൾ അവസാനം പ്രാർത്ഥിച്ച സമയത്ത് കൈ അവിടെ വെച്ചു. കർത്താവ് വേദന പൂർണ്ണമായും സൗഖ്യമാക്കി. കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി. പ്രിയമോൾ പറഞ്ഞോളൂ, അതിനെ തിരിക്കാനും വളയ്ക്കാനും ഒക്കെ ഇപ്പം പറ്റുന്നുണ്ട്. ഒരു വേദനയില്ല, വേദന അപ്രതീക്ഷമായി കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെ ഒരു ആലോചന പറഞ്ഞായിരുന്നു, സാബു എന്ന് പറഞ്ഞ ഒരു ആലോചന പറഞ്ഞായിരുന്നു. അത് എന്റെ ബ്രദറിന്റെ ആണ്. വളരെ നിന്ദയോടെ കടന്നു പോവുകയാണ്. ഞാൻ ആക്ച്വലി മെസ്സേജ് ഇട്ടിരുന്നു വാട്സാപ്പില്. സാബു എന്ന് പറഞ്ഞ വ്യക്തി എന്റെ ബ്രദറാണ്. വളരെ ഡിവോഴ്സിലൂടെ ഒക്കെ പോയി വളരെ നിന്ദയിൽ അനുഭവിക്കുന്ന ഒരാളാണ്. 55 വയസ്സുണ്ട്. വളരെ ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ്. വൈഫ് വേറെ പോയി കല്യാണം കഴിച്ചു. ആ ആലോചന ഞാൻ ബ്രദറിന് അയച്ചു കൊടുത്തു. ഞാനും അത് അക്സെപ്റ്റ് ചെയ്തു പുള്ളിക്ക് വേണ്ടിയിട്ട്. സാബു എന്ന് ഇന്നലെ ആലോചന പറഞ്ഞത്. തീർച്ചയായിട്ടും കർത്താവ് ആലോചന 1-2 പേര് ഏറ്റെടുത്തായിരുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ റിസീവ് ചെയ്തോണം. സഹോദരൻ്റെ പ്രയറിൽ കയറാൻ ലിങ്ക് അയച്ചോണം. കർത്താവ് അവൻ്റെ ഭാവിയെ ദൈവം തുറക്കും, തടസ്സങ്ങളെ ദൈവം മാറ്റും. കേട്ടോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ, ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുള്ളൊരു വേഗത്തിൽ പറഞ്ഞാട്ടെ. സോണിയ എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞിരുന്നു. ആ സമയത്ത് മറ്റേ സിസ്റ്റർ പറഞ്ഞോണം തന്നെ തുറക്കാൻ പറ്റിയില്ല, കുഞ്ഞു കൂടിയുള്ളതായിരുന്നു. പക്ഷെ സോണിയ എന്ന് പറഞ്ഞത് അവളുടെ മകനാണ്. 3 വയസ്സായിട്ടില്ല. ആ കുഞ്ഞ് ക്യാൻസർ, അസ്ഥിക്ക് ക്യാൻസറായിട്ട് മരിച്ചിട്ടൊരു 2.5 മാസമായിട്ടുള്ളൂ. ഒത്തിരി വിഷമിച്ചിരിക്കുകയാണ്. ഞാനത് ഏറ്റെടുത്തു. എൻ്റെ അഞ്ചത്തിക്ക് അയച്ചു കൊടുത്തു. അഞ്ചത്തിയുടെ മകളാണത്. ഞാനത് അപ്പം തന്നെ ഏറ്റെടുത്തു. അഞ്ചത്തിക്ക് ഞാൻ രാത്രി തന്നെ അയച്ചു കൊടുത്തു. ഞാനത് ഏറ്റെടുത്തു. പക്ഷെ എനിക്ക് ബ്രദറിനോട് പറയാൻ പറ്റിയില്ല. സോറി. ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യണം. ആലോചന ഇടപെടുമ്പോൾ നിങ്ങൾ എന്നോട് പറയാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവർക്കിനി വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇത് കേൾപ്പിക്കുക. ഇങ്ങനൊരു ആലോചന ഇടപെട്ടു. മാത്രമല്ല, അവർക്ക് വേണ്ടി നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കും. ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ച കർത്താവ്, നിങ്ങൾക്ക് ആലോചനയുമായിട്ട് ആര് പോയി പ്രാർത്ഥിച്ചാലും ആ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാവും. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒന്നും വലുതായിട്ട് നിങ്ങളൊരു എസ്സേ പോലെ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. കർത്താവേ, അങ്ങയുടെ ആലോചന ഈ മകളുടെ മേൽ നിവൃത്തിയാകട്ടെ, അങ്ങയുടെ സമാധാനം ഉണ്ടാകട്ടെ. വളരെ സൗമ്യമായിട്ട്, ധൃതി ഒന്നും വെക്കാതെ വളരെ സോഫ്റ്റായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ആ മടിയൊക്കെ ഒന്ന് മാറട്ടെ. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ആലോചന കേൾക്കുന്നവർ, നിങ്ങൾ എൻ്റെ വാക്ക് നോക്കി നിൽക്കാതെ നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോണം. നിങ്ങൾ അവരെ ബലപ്പെടുത്തിക്കോണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞതുപോലെ, ആ 4 വർഷമായിട്ട് തലമുറയില്ലാതെ ഭാരപ്പെട്ട ആ ഒരു കുവൈറ്റിയായിട്ടുള്ള സഹോദരിക്ക് വേണ്ടി സഹോദരി കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പം വേണമെങ്കിൽ ബ്രദർ നമ്പർ കൊടുക്കാം. എനിക്കൊരു ബ്രദറുണ്ട്, പ്രാർത്ഥിക്കുന്ന ബ്രദറുണ്ട്, ബ്രദർ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. അത് സഹോദരി കൈ വെച്ചങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവ് ഉദരം തുറന്നു. തലമുറയ്ക്ക് വേണ്ടി അറബി സ്ത്രീയുടെ ഉദരത്തെ ദൈവം തുറന്നു. ആ സഹോദരിയെ ദൈവം തുറന്നു. ഞാൻ അറബി സ്ത്രീ എന്ന് പറഞ്ഞ തെറ്റിദ്ധരിക്കല്, ആ മറ്റൊരു ഇതിൽ പെടുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ചിലപ്പം മലയാളം അറിയത്തില്ലായിരിക്കാം, നമ്മുടെ ലാംഗ്വേജ് അറിയത്തില്ലായിരിക്കാം. പക്ഷേ വിശ്വാസത്തിന് ഒരേ ഭാഷയുള്ളൂ. അത് ഏത് രാജ്യക്കാരനാണെങ്കിലും വിശ്വാസത്തിനൊരു ഭാഷയുള്ളൂ. നിങ്ങളത് കൈവച്ചാൽ കർത്താവ് അത് ചെയ്യും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യങ്ങളോ? ബ്രദറെ, ഇത് എൻ്റെ പേര് എലിസബത്ത് എന്നാണ്. ഞാൻ 17-ാം തീയതി തൊട്ടാണ് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്.
ഞാൻ പലപ്പോഴും ഇന്നത്തെ ദിവസക്കാലം ബ്രദർ പറഞ്ഞതുപോലെ ഒരുപാട് സമയങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും എഴുതുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കും എങ്ങനെയാന്ന്. പക്ഷേ അത് ബ്രദർ അത് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലാക്കുവാൻ തുടങ്ങി. അന്നേരം തൊട്ട് എനിക്ക് ഭയങ്കര ഹൃദയത്തിന് ആനന്ദമാണ്. ഞാനപ്പോൾ അതിങ്ങനെ എനിക്കറിയാവുന്നവരോട് ഞാനതങ്ങനെ പറയും, എന്നെ അങ്ങ് ജീവിപ്പിക്കാൻ തുടങ്ങി എൻ്റെ വചനങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രദർ ഒരു ദിവസം എൻ്റെ മകൻ്റെ പേര് ജെറിൻ്റെ പേര് പറയുകയൊക്കെ ചെയ്തത്. അതിനെക്കാട്ടി ദൈവസന്നിധിയിൽ നിന്ന് മറുപടി പ്രാപിക്കാൻ വചനത്തെ ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത് എന്നെ അങ്ങ് ബലപ്പെടുത്തുവാൻ തുടങ്ങി. വളരെ ബ്ലെസ്സഡ് ആണ് ഞാൻ ഈ പ്രയർ മീറ്റിങ്ങിൽ. ഞാൻ അതിനെല്ലാം ഈവൻ നൈറ്റ് ഷിഫ്റ്റ് 12 മണിക്കൂർ കഴിഞ്ഞു വന്നാലും ഞാൻ കാത്തിരിക്കും. ഈ 11:30 ഇവിടുത്തെ US ടൈം 11:30 ഇത് ഓപ്പൺ അപ്പ് ചെയ്യാൻ. ഐ ആം സോ ബ്ലെസ്ഡ്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയ സന്തോഷം. കാരണം വചനം അറിയാം, പക്ഷേ എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മുടെ വചനം എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം എന്നുള്ള വചനം കേട്ടത് പിന്നെ സഹോദരിക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായി. വളരെ സമാധാനം ഉണ്ടായി. അത് മാത്രമല്ല മകൻ്റെ പേര് പരിശുദ്ധ. എന്നോട് ആ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? നേരത്തെ പേര് വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പോയോ സിസ്റ്റർ? പോയോ സിസ്റ്റർ? കട്ടായി പോയോ? It is just like for a 5-year-old you explaining things, so it is so simple. It's I don't know how to tell. It's absorbing. ഒരു സ്പഞ്ചിൽ ഇത് അബ്സോർബ് ചെയ്യുന്നത് പോലെയാണ്. It's not making me so difficult. It's making me so simple to absorb things. അപ്പൊ ഞാനത് എൻ്റെ ഹസ്ബൻഡിനെയും പറഞ്ഞ് അത് ലിസൺ ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങി. എനിക്കത് എത്ര പറഞ്ഞാലും അത് എൻ്റെ ഹൃദയത്തിന്റെ ആനന്ദമായി. അത് തീർച്ചയായിട്ടും കർത്താവ് അതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വചനം. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോന്റെ പേര് വല്ലതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെ സിസ്റ്റർ പറഞ്ഞിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ദൈവം സിസ്റ്ററെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് അത് എടുത്തു ചോദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ആ കേട്ട വചനത്തിലൂടെ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്നോട് കർത്താവിനോട് പറയുന്നു, ആൻസി എന്ന് പറഞ്ഞൊരു സഹോദരിയുമായിട്ട് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യാൻ പോവാണ്. കർത്താവ് കൈവച്ച് പ്രാർത്ഥിക്കുവാൻ നിയോഗം തരും, ഏറ്റെടുത്തോണം. വലിയ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. രോഗസൗഖ്യ ശുശ്രൂഷയിലൂടെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു പകർച്ച പ്രിയമകളുടെ മേലേക്ക് വരികയാണ്, ഏറ്റെടുത്തോണം. വലിയൊരു പകർച്ച വരാൻ പോവാണ്. യേശുവിനത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. എൻ്റെ കർത്താവ് വേഗത്തിൽ അങ്ങനെ പറയാൻ കേട്ടോ സിസ്റ്ററെ. ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിലായി ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റാത്ത വല്ലതും ആണോ? ഓക്കെ, പറഞ്ഞു തീർച്ചയായിട്ടും പറഞ്ഞു. ഒരു സെക്കൻഡ്. ഓക്കെ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ അൽഫോൺസ് എന്ന് പറഞ്ഞ സഹോദരി ഒഴിച്ച് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. എന്റെ ഒരു ആങ്ങളയുണ്ട്, ഇപ്പൊ 40 വയസ്സ് കഴിക്കും. ഇതുവരെ അയാള് കല്യാണം കഴിക്കുന്നില്ല. ആ ഒരു വ്യക്തി, പേര് രാജു എന്നാണ്. ആ ഒരു വ്യക്തിക്ക് വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് പ്രയർ റിക്വസ്റ്റ് അയച്ചായിരുന്നു വാട്സാപ്പിൽ. ഇല്ല, വാട്സാപ്പിലേക്ക് പ്രയർ റിക്വസ്റ്റുകൾ അയക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ വാട്സാപ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് അയക്കുക. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മുടെ പ്രയർ റിക്വസ്റ്റ് എല്ലാം കളക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അവിടെയാണ്. കർത്താവ് അത്ഭുതം ചെയ്യും കേട്ടോ. അദ്ദേഹത്തിൻ്റെ എനിക്ക് വാട്സാപ്പിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ തന്നെ, നിങ്ങൾ കണക്ട് ചെയ്ത നമ്പറിൽ തന്നെ പ്രയർ റിക്വസ്റ്റ് അയക്കുക. കാരണം വെച്ചാൽ അതാകുമ്പോൾ കുറച്ച് എനിക്കും കൂടെ ഫ്രീ ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. എന്തെങ്കിലും ആലോചന ഉണ്ട് ഇടപെടാനും പറ്റും കേട്ടോ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്റെ മോന് ഇപ്പം 38 വയസ്സായി. ഇതുവരെ വിവാഹമൊന്നും നടന്നില്ല. ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അരുൺ എന്നാണ് എന്റെ മോന്റെ പേര്. അവന്റെ മോന്റെ വിവാഹത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, പ്രയർ റിക്വസ്റ്റുകളൊക്കെ വാട്സാപ്പിൽ ഞാൻ തന്നെയാണ് നോക്കുന്നത്, ഞാൻ തന്നെയാണ് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിലേക്ക് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ അയക്കുക. അപ്പോൾ അതിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതെടുത്തെടുത്ത് ഓക്കെ, തീർച്ചയായിട്ടും അയച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പ്രാർത്ഥിച്ച് കർത്താവ് എന്തെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാനത് പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് ലൈവിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്
ഇപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ എനിക്കിപ്പം നമ്മുടെ ഈ പ്രാർത്ഥന ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഇത് ക്ലോസ് ചെയ്യേണ്ടതാണ്. എനിക്ക് വേറെ അത്യാവശ്യം ഒരു സ്ഥലമുണ്ട്, ആവശ്യമുണ്ട്. അതുകൊണ്ട് സാക്ഷ്യമുള്ളവർ മാത്രം ഈ സമയത്ത് പറയുക. കാരണം പ്രയർ റിക്വസ്റ്റിന് സമയം എടുക്കുന്നതുകൊണ്ടാണ്. ഒരു മിനിറ്റ്, പ്രയർ റിക്വസ്റ്റ് വിഷമം തോന്നരുത്. നമ്മൾ പ്രയർ റിക്വസ്റ്റ് പറയാൻ എനിക്കറിയാം, ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രയർ റിക്വസ്റ്റ് പറയാൻ തുടങ്ങിയാൽ നമുക്ക് സമയം 3-4 മണിക്കൂർ തന്നെ വേണ്ടി വരും. അതിൽ ഏറ്റവും നല്ലത് വാട്സാപ്പിലാണെങ്കിൽ എൻ്റെ ടൈം അനുസരിച്ച് ഞാനത് നോക്കി നമുക്ക് റിലാക്സ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൽ ഇടപെടാം. അതാണ് കുറച്ചും കൂടെ നല്ലത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മറ്റേ ആൾക്ക് ഒരു വിഷമം, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ആൾ ചോദിക്കും. അതുകൊണ്ടാണ് കൃപയാൽ അങ്ങനെ ലൈവിൽ പ്രാർത്ഥിക്കട്ടെ. നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുരുക്കിയ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇപ്പോൾ ആൾ കൂടുന്നതുകൊണ്ട്, സമയം കൂടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പോരായ്മ വന്നുകൊണ്ടാണ് പ്രയർ റിക്വസ്റ്റ് എല്ലാം വാട്സാപ്പിലോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അയക്കുക. ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും, കർത്താവ് ചെയ്യും. സാക്ഷ്യമുള്ളവർ ഈ നിമിഷം പറഞ്ഞാട്ടെ. പറഞ്ഞോ പറഞ്ഞോ. ബ്രദറെ, ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ അത് കുറേ നാളും കൊണ്ട് കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ ഒരു 2 ദിവസത്തിന് മുമ്പ് വിളിച്ചപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് വചനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത്, സങ്കീർത്തനം 91:10 ഒരനർത്ഥവും ഭവിക്കത്തില്ല, ആ വചനം ചെല്ലാൻ പറഞ്ഞു. പിന്നെ ആ കൊച്ചന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് 6 മാസം കൊണ്ട് അതിന് ഉറക്കമില്ല, രാത്രിയിൽ ഒരു ശകലം പോലും ഉറങ്ങത്തില്ല, ഗുളിക കഴിക്കുന്നുണ്ട്, ഡോക്ടറിനെ പോയി കണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു ഈ വചനങ്ങൾ റിപ്പീറ്റായിട്ട് ചൊല്ലിക്കൊണ്ടിരി, എന്നിട്ട് ഞാൻ ഈ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ലിങ്കും ഇട്ട് കൊടുത്ത്. അന്നേരം ഇപ്പം 2 ദിവസം കൊണ്ട് അത് ഇതിൽ കയറുന്നുണ്ട്. അന്നേരം എൻ്റെ അടുത്ത് ഇന്നലെ വിളിച്ചു പറഞ്ഞ്, ഇന്നലെ ഞാൻ ഇങ്ങനെ കസേരയിൽ ഉച്ചയ്ക്ക് ഇരുന്നപ്പോൾ താനങ്ങ് ഉറങ്ങിയെന്ന്. പിന്നെ രാത്രിയിൽ ഇതുപോലെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. എന്നിട്ട് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നല്ലതുപോലെ ഉറങ്ങിയെന്ന്, രാത്രിയിലും ഉറങ്ങി. അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ദൈവത്തിനോട്. അത് വചനം അങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്, അത്ഭുതം പ്രവർത്തിക്കും, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത് ഞാൻ വചനങ്ങളെല്ലാം ചൊല്ലുന്നുണ്ട്. പക്ഷെ അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. 6 മാസം കൊണ്ട് ഗുളിക കഴിക്കുന്നതാണ്. ആ ഗുളിക കഴിച്ചാലും ഉറക്കം വരത്തില്ല. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഗുളിക കഴിച്ചാൽ പോലും ഉറക്കം വരാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രദ്ധിച്ചോണം, ഗുളിക കഴിച്ചാൽ പോലും നമ്മൾ സാധാരണ ഉറങ്ങാൻ വേണ്ടി പലരും ഗുളിക കഴിക്കാറുണ്ട് അല്ലേ, അത് കഴിച്ചിട്ട് പോലും ഉറക്കം വരുന്നില്ല. പക്ഷേ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം വേഗത്തിൽ തന്നെ ആ ശരീരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങി. നമ്മളെപ്പോഴും പറഞ്ഞ വചനമാകുന്ന മരുന്നാണ്, അത് പ്രവർത്തിക്കും. കർത്താവിൻ്റെ കൃപ. സിസ്റ്റർ അത് പറയാനും അവർക്ക് അങ്ങനെ ഒരു ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ വചനം കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയത്തില്ല ഒരു കുടുംബം രക്ഷപ്പെടുവാണ്. യേശുവിൻ്റെ വചനം കൊടുക്കുമ്പോൾ എന്നാൽ സഹോദരി പറയുക അവിടെ പോയിട്ട് ഇന്നൊരു ഗുളികയുണ്ട് കഴിക്കുന്നതോറും മാറുന്നില്ല, പക്ഷെ അതിന് പകരം വചനം പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥനയിൽ ബലപ്പെടുത്തി, അവർക്ക് സൗഖ്യം കിട്ടി, ബലം കിട്ടി, ആ സാക്ഷി എന്ന് പറയുവാൻ കൃപ കൊടുത്തു. അപ്പോൾ ഒരാൾ കൊടുത്തുകൊണ്ടാണ് അത് കാണാൻ പറ്റിയത് അല്ലേ. തീർച്ചയായിട്ടും പ്രിയമകളെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇഷ്ടം ഇനി അനേകർക്ക് വചനം കൊടുക്കുക, അനേകരുടെ ഇടയിൽ കർത്താവ് ഉപയോഗിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇഷ്ടം പറഞ്ഞോ ബ്രദറെ. എന്തോ എൻ്റെ 17 അതിൽ പറഞ്ഞായിരുന്നു, നിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് പേര് വിളിച്ചപ്പോൾ എൻ്റെ നാത്തൂൻ്റെ പേരൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ ഏഷ്യ 53:3 ബ്രദറിൻ്റെ ഞാൻ ഈ ക്ലാസ്സൊക്കെ കുറച്ചൊക്കെ എഴുതുവരുന്ന. അപ്പം ഞാനിങ്ങനെ എഴുതിക്കൊണ്ട് 53:3 എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഒരു വീഡിയോ ഇട്ടായിരുന്നു, യേശു ഇങ്ങനെ കിടന്ന് ഉരുളുന്നു, അടി കൊണ്ട് ഉരുളുന്നു. അപ്പം ഞാൻ എൻ്റെ ഉരുളിങ്ങനെ പെടഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ ഞാനും എൻ്റെ ബ്രദറും എന്തോരം നിന്നെയാ അനുഭവിക്കുന്നത്, ഇങ്ങനെ കിടന്ന് ഉരുളുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് എഴുതുവാ. അപ്പോൾ എനിക്കൊരു ഫോൺ വരുവാ. എൻ്റെ ബ്രദറുമായിട്ട് ഞാൻ ഈ വീതത്തിൻ്റെ കാര്യത്തിൽ ഒപ്പിടേണ്ടതുകൊണ്ട് ഞാൻ 3 വർഷമായിട്ട് ഒളിച്ചു താമസിക്കുക. അപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുന്നു, വേഗം അങ്ങോട്ട് വിളിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കാണ് ആ ഫോൺ നമ്പർ കാണുമ്പോൾ പോലും ഞാൻ ബോധം കെട്ട് വീഴും. എനിക്ക് സംസാരം കേൾക്കുമ്പോഴേ ഞാൻ തകർന്നു പോകുന്ന ഈ വചനം ബ്രദർ ഇതിലൂടെ പറയുന്നതിലൂടെയാണ് ഞാൻ ഇങ്ങനെ ബലപ്പെട്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവിടെ ഭയങ്കര അത് റിസോർട്ടിൻ്റെ ആൾക്കാർ ഭയങ്കര കോമ്പറ്റീഷനാണ്. ആ വീട് കൈക്കലാക്കാൻ, സ്ഥലം കൈക്കലാക്കാൻ എല്ലാവരും എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ഈ പുള്ളിക്കാരൻ മദ്യപാനത്തിൻ്റെ നടുവിൽ
ബൈപ്പാസ് സർജറി ചെയ്ത ആള്, ജോലി ഇല്ലാത്തത്, ഒത്തിരി ദുരിതങ്ങൾ അവിടെ അനുഭവിക്കുന്നു, ആൾക്കാരെല്ലാം ഒറ്റപ്പെടുത്തുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുവാ, ഞാൻ അങ്ങോട്ടൊന്ന് വാ 2 ദിവസം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയം, എന്നെ ഒപ്പിടിപ്പിക്കരുത്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ ഒരു ആരാധന നടക്കുമെന്ന്. പക്ഷെ എല്ലാവരും ഇങ്ങനെ എതിരും ബഹളവും. അപ്പൊ ഇപ്പൊ തുടക്കത്തിൽ ബ്രദർ പ്രാർത്ഥനയിൽ പറഞ്ഞു, എത്ര അധികാരികൾ എതിരായാലും ദൈവം നമുക്ക് വേണ്ടി നിൽക്കുമെന്ന്. അപ്പൊ ഞാൻ അതിൽ വിശ്വസിച്ച് നിൽക്കുക. പിന്നെ ബ്രദറെ, അനർത്ഥങ്ങളൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാതെ ഒന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ ഈ ഒരു ഫോൺ കോള് തന്നെ എനിക്കൊരു വലിയ അതിശയമായിട്ടാണ്. അതാ ഞാൻ സാക്ഷ്യം പറയുന്നത് ബ്രദറെ. തീർച്ചയായിട്ടും പ്രിയ ഞങ്ങൾക്കെല്ലാം ബ്രദറെ. തീർച്ചയായിട്ടും പ്രിയസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കേട്ടതുപോലെ വലിയൊരു നിന്നയ്ക്കകത്താണ് കുടുംബം നിന്നത്, വലിയൊരു ആവശ്യം നിന്ന്. പക്ഷേ എന്നാൽ ആ വചനം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇന്നലെ നമ്മൾ ഞങ്ങൾക്ക് കുറച്ച് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് മൂവിയിലൊരു സീനാണ്. പക്ഷേ എനിക്കത് ഇന്നലെ എൻ്റെ ഉള്ളിൽ തോന്നി, ആ വ്യക്തിയെ ആരാധിക്കാനോ, ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും യേശുവിൻ്റെ രൂപം എടുത്തുകൊണ്ടെന്ന് വീട്ടിൽ വന്ന് ഒരിക്കലും ആരാധിക്കരുത്. അത് തെറ്റാണ്. വിഗ്രഹാരാധന തെറ്റാണ്. യേശുവിൻ്റെ രൂപമോ യേശുവിൻ്റെ ഫോട്ടോയോ വെച്ച് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. പക്ഷേ ആ സിനിമയിൽ ഒരു ആക്ടർ അഭിനയിച്ചത് അദ്ദേഹം നമുക്ക് ലോകത്തോട് കാണിക്കുകയാണ്, യേശു കടന്നു പോയതിൻ്റെ ഒരു അംശം പോലും ഇല്ല, അത് അഭിനയമാണ്, എന്തെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കി തരുവാണ്. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്രൂശിലൂടെ കടന്നു പോകുന്ന യേശു അനുഭവിക്കുന്ന നിന്ദകളും പരിഹാസങ്ങളും അവർ എല്ലാം ഇന്നലത്തെയും ഇന്നത്തെയും വീഡിയോസ് കേൾക്കണം, ഇന്നത്തെയും കൂടെ കേൾക്കണം. നെറ്റ്വർക്കിനോ സാക്ഷ്യങ്ങളോ വാക്കുകളോ എന്തെങ്കിലും മിസ്സാകുന്നുണ്ടോ, അത് കട്ടാകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇന്നത്തെ ഇന്നത്തെയും കൂടെ അത് ചെക്ക് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. ഇന്നത്തെയും കൂടെ അത് ചെക്ക് ചെയ്യണം. ഇന്നും എനിക്ക് വന്നത് FBയിൽ എവിടെയോ ഫേസ്ബുക്കിൽ ഇപ്പോഴും ചിലത് സ്റ്റക്ക് ആകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ഏതെങ്കിലും പാർട്ടോ അല്ലെങ്കിൽ വാക്കുകളോ, ഒത്തിരി ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞു വാക്കുകൾ ഒത്തിരി മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഇന്ന് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിന്ന് മെസ്സേജ് ഇട്ടേക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷിയുണ്ടോ? കുറച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട് നീ കിട്ടിയതിനകത്തൊക്കെ. ഓക്കെ, ഇന്നലത്തെ ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഞാനത് ഇവിടെ ശ്രദ്ധിച്ചായിരുന്നു. ഇന്നത്തെ നോക്കണേ. ഇന്നത്തെ ഒരു ടെക്നിക്കൽ എറർ വന്നായിരുന്നു. ഇന്നത്തിനകത്തും കുറെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തിനകത്തും കുറച്ചൊക്കെ മുറിയുന്നുണ്ടല്ലേ? നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ വേറൊരു മീറ്റിംഗ് കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 2 രീതിയിൽ പോകുന്നുണ്ട്, റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഉണ്ട്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയാണ്. കുഴപ്പമില്ല. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷി ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. ആലോചന ഇടപെട്ടവർ ആരെങ്കിലും ഉണ്ട്, വേഗത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞു. ഒരുപാട് റൈറ്റ് ഇയറിൽ ഭയങ്കര വേദനയും ശബ്ദമായിരുന്നു. ഒരു 3-4 മാസമായിട്ടുണ്ട്. ഞാൻ ഈ പ്രയർ മീറ്റിംഗിൽ കയറിയിട്ട് ഒരാഴ്ചയായുള്ളൂ. ബ്രദർ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച അത് കംപ്ലീറ്റ്ലി പോയി. ഇപ്പം എന്ത് പറ്റിയായിരുന്നു? എക്സ്ട്രാ കേട്ടില്ല. ഈ റൈറ്റ് ഇയറിൽ ഒരുമാതിരി ശബ്ദം കേൾക്കത്തില്ലേ? റൈറ്റ് ഇയറിൽ റൈറ്റ് ഇയറിൽ ഭയങ്കര ശല്യമായിരുന്നു. എനിക്ക് കാത് ഒരു വിധത്തിൽ രക്ഷയില്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ഓ സ്വോത്രം കർത്താവേ. ആമേൻ. നന്ദി കർത്താവ്. പ്രിയങ്ങൾ പറഞ്ഞ പോലെ കർത്താവ് പ്രിയങ്ങളുടെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് റൈറ്റ് ഇയറിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 3 മാസമായിട്ട് അത് അനുഭവിക്കുമായിരുന്നു. ഒരാഴ്ച മുമ്പാണ് നമ്മുടെ പ്രാർത്ഥനയിൽ എന്നിട്ട് മാറിയില്ല. ഓ സ്വോത്രം. 3 മാസമായിട്ട് മാറ്റമില്ല, മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. ഒരാഴ്ച മുമ്പാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടത്. അങ്ങനെ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് രോഗസൗഖ്യം കൊടുത്തു, പൂർണ്ണ സൗഖ്യം പ്രിയമാക്കി കൊടുത്തു. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പെട്ടെന്നൊരു സാക്ഷ്യം പറയട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞു. ബ്രദറെ, ഒരുപാട് പേര് മക്കളുടെ പഠിത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് മാത്രം പറയുന്നത്. ബ്രദർ നേരത്തെ പറഞ്ഞു, മക്കൾക്ക് വചനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്മേൽ ദൈവത്തമ്പുരാന്റെ പ്രവൃത്തി ഉണ്ടാകും. എൻ്റെ മോള് +2-ലായിരുന്നു. അപ്പൊ ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ടീച്ചർ പോലും പറഞ്ഞു കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ടെക്സ്റ്റ് ബുക്സ് പോലും ആർക്കും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷേ ധൈര്യത്തോടെ അവളോട് പറഞ്ഞു, നീ ബുക്സ് എല്ലാം ടെക്സ്റ്റ് ബുക്ക് മറ്റുള്ളവർക്ക് കൊടുത്തോ, തമ്പുരാൻ അല്പം പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും പറഞ്ഞു. എക്സാം റിസൾട്ട് വരുന്നിടം വരെ ബൈബിള് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ മോള് കേട്ടു. എക്സാം റിസൾട്ടിന്റെ തലേന്ന് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, എല്ലാം മാറ്റി വെച്ചിട്ട് ബൈബിൾ വായിക്കാൻ പറഞ്ഞു. ബ്രദർ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ ഈ വചനങ്ങൾ എഴുതി, പ്രോമിസ് വേഴ്സസ് എല്ലാം എഴുതി പ്രോമിസ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും ഫുള്ള് ബൈബിൾ വായിക്കുന്നത് പോലെ പ്രോമിസ് വേഴ്സ് എല്ലാം എഴുതി പഠിച്ച് ബൈ ഹാർട്ട് ആക്കിയിട്ട് പിന്നെ പ്രൊക്ലെയിം ചെയ്യാറുണ്ട്. അങ്ങനെ എനിവേ മോളും പറഞ്ഞു. എക്സാം റിസൾട്ട് വന്നപ്പോൾ സ്തോത്രം, ഇവിടുത്തെ പേപ്പർ ഗൾഫ് ടൈംസ് എന്ന് പറഞ്ഞ പേപ്പറാണ്. ഇവിടുത്തെ ഗൾഫ് ടൈംസിൽ ഇവളുടെ ഫോട്ടോ കണ്ടിട്ടുള്ള എന്നോട് പറഞ്ഞു, അമ്മ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പാസ്സായി എന്ന് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അത് കഴിഞ്ഞ് മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു,
സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താവും നോക്ക് എന്ന് പറഞ്ഞു, കൺഗ്രാജുലേഷൻ അയക്കുന്നത്. ഫൈനലി നോക്കുമ്പോൾ ഇവിടുത്തെ ഗൾഫ് ടൈംസിൽ സ്തോത്രം അവളുടെ ഫോട്ടോ സഹിതം വന്നിരിക്കുന്നു. സ്കൂളിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻസിന്റെ പേരിൽ അവളുടെ പേരും ഫോട്ടോയും. പ്രൈസ് ദ ലോർഡ് ഡേ. അപ്പൊ ഞാൻ പറഞ്ഞു, തമ്പുരാനെ നീ കർത്താവപ്പച്ചനെ നീ സ്നേഹിച്ചപ്പം തമ്പുരാൻ നിനക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണെന്ന് മാത്രം ചിന്തിക്കുക. കൂടുതൽ ദൈവത്തെ വിളിക്കാം. മുന്നോട്ടുള്ള ഓരോ വഴികളിലും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം മക്കളും തമ്പുരാന്റെ വചനം ഏറ്റെടുക്കുമ്പം ജീവിതത്തിൽ ഒരുപാട് അതിശയങ്ങൾ തമ്പുരാൻ കൊടുക്കും എന്നുള്ളതിനൊരു ഉദാഹരണം പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. എല്ലാവർക്കും അത് അനുഗ്രഹമാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നു. തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവിൻ്റെ വചനമാണ്. ബ്രേസ് പറഞ്ഞ പോലെ വിശ്വാസത്താൽ ആ ബുക്കെല്ലാം കൊടുത്തു. എന്നിട്ട് മോളിലോട്ട് ബൈബിൾ കൊടുത്ത് പറഞ്ഞു നീ എന്ത് ചെയ്യുക, റിസൾട്ട് വരുന്നവരെ വായിക്കുക. അത് മാത്രമല്ല സിസ്റ്റർ എന്ത് ചെയ്തു, എല്ലാ ദിവസവും വാഗ്ദത്ത വചനങ്ങൾ എല്ലാ ദിവസവും എഴുതി വെച്ച് പ്രഖ്യാപിക്കുവാൻ തുടങ്ങി, വിളിച്ചു പറയുവാൻ തുടങ്ങി. മകളുടെ ബൈബിൾ കൊടുത്തു. റിസൾട്ട് മകൾക്ക് പേടിയാണ്, പക്ഷേ വിശ്വാസ പ്രഖ്യാപനങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ ഫോട്ടോ ഉൾപ്പെടെ വരുവാൻ കർത്താവ് ആ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ തന്നെ ദൈവം ഇടയാക്കി. യേശുവേ നന്ദി കർത്താവ്. ഇനിയും ഞാൻ വീണ്ടും പറഞ്ഞ വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയുക. അത് ബൈബിളൊരു വാക്യമാണ്, അടുത്ത ദിവസം അത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് എടുക്കുന്നില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മീതെ എറിയുക, ഏറിയ നാൾ കഴിയുമ്പോഴേക്ക് അത് മടങ്ങി വരും എന്നുള്ള വചനമുണ്ട്. നിങ്ങൾ എറിയുന്നത് മടങ്ങി വരും. നമ്മൾ അടുത്ത ദിവസം ഞാനത് എടുക്കാൻ വെച്ചേക്കുന്ന ഒരു വചനം എങ്ങനെയാണ് കൊയ്തെടുക്കാൻ പറ്റുന്നുള്ളൊരു ചിന്ത ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്താവ് തീർച്ചയായിട്ടും വിതച്ചത് കൊയ്തു. അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ പാസ്റ്റർ, പറഞ്ഞോ. എന്റെ പേര് ബോണി എന്നാണ്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. ബ്രദർ പറഞ്ഞിട്ട് ഞാൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ കുറവാ. അപ്പോ പെട്ടെന്ന് ഒരു എന്തുപോലെ എനിക്ക് പെട്ടെന്ന് കോൺസെൻട്രേറ്റ്, എല്ലാത്തിലും അറ്റൻഷൻ കിട്ടി. അത് മാത്രല്ല എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. ചങ്ക് പൊട്ടണ പോലത്തെ ഒരു ഭയത്തിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എല്ലാ മുറികളും എൻ്റെ ദൈവം എന്താ സൗഖ്യമാക്കി. ഞാൻ ആകെ റിലാക്സ് ആയി. ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. എന്തുണ്ടായാലും പേടിച്ചിട്ടിരിക്കും ഞാൻ, ഭയന്ന്. എൻ്റെ മമ്മിക്ക് അറിയാം ഇതിനെ പറ്റി. അപ്പോ ദൈവം എന്നെ വിടുവിച്ചു. കുറെ വ്യത്യാസങ്ങളുണ്ടായി, കുറെ പറയാനുണ്ട്. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. പ്രിയ ബദർ പറഞ്ഞ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല, ചങ്ക് പൊട്ടി പോണ പോലെ ഭയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലായിരുന്നു. അത് നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ബുദ്ധിമുട്ടറിയാം. പക്ഷേ അദ്ദേഹം സ്വന്തം തലക്കൈ വെച്ച് പ്രാർത്ഥിച്ചു, വചനം കേട്ടു, ബലപ്പെട്ടു. കംപ്ലീറ്റ് അദ്ദേഹത്തിന് വിടുതലായി, കർത്താവ് തൊട്ടു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ ദൈവം ചെയ്തു. കർത്താവ് ഇനിയും അത്ഭുതം ചെയ്യും. കർത്താവ് മകനെ തൊട്ടതിനും മൈൻഡ് ചേഞ്ച് ആക്കിയതിനും കോൺഫിഡൻസ് കൊടുത്തതിനും ഒക്കെ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഒരു സാക്ഷ്യമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചു. രോഗക്കിടക്കയിലായിരുന്നു, പക്ഷെ രോഗക്കിടക്കയിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് കിടക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ബ്രദറെ. നന്ദി കർത്താവെ. കൊടുത്ത ആശ്വാസത്തിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവ്. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നമുക്ക് ബ്രദറെ, പ്രാർത്ഥനയെ പറ്റി ഒരു സംശയം ചോദിക്കാനാ. ചോദിച്ചോ. പ്രാർത്ഥനയെ പറ്റി ഒരു സംശയം ബ്രദറെ. സ്ത്രീകള് മറ്റു രോഗിയുടെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചുകൂടാ എന്ന് പറയുന്നത് അത് സംശയമായിട്ടിരിക്കും. അത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബ്രദർ ഒന്ന് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും. ഞാൻ പലപ്പോഴും ബൈബിളിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ബൈബിളിൻ്റെ കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ഒരേ സമയത്ത് നമ്മളോട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അന്നത്തെ ഒരു സാഹചര്യത്തുമായിട്ട് ബന്ധപ്പെട്ടും വചനം സംസാരിക്കുന്നുണ്ട്. ഇപ്പം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബൈബിളിൽ. നമുക്കറിയാം, കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് ഒരു ജെൻഡർ എന്ത് ചെയ്യുന്നില്ല, റിവീൽ ചെയ്യുന്നില്ല. പുരുഷൻ പ്രസംഗിക്കണം, സ്ത്രീ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ പുരുഷൻ സുവിശേഷം പറയുമ്പോൾ സ്ത്രീ കൈകൊട്ടണം എന്നല്ല. നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് വിശ്വസിക്കുകയും സ്നാനം വിളിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ സുവിശേഷം പറയണമെന്ന്. എന്നിട്ട് അത് താഴെ പറയുന്ന രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അപ്പം അവിടെ ആരാന്ന് റിവീൽ ചെയ്യുന്നില്ല, ആണെന്നോ പെണ്ണെന്നോ റിവീൽ ചെയ്യുന്നില്ല. അവിടെ ഇപ്പം പറയും ഒരാണ്, ഇപ്പം ഞാൻ ഉദാഹരണം പറയും, ഇപ്പം തലയിലാണ്. ഇപ്പം ബ്രദർ മോൻ പറഞ്ഞ പോലെ തന്നെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം തലയിൽ നിങ്ങൾക്കിപ്പോൾ ഒരാൾക്കൊരു തലയിലൊരു മുഴയിരിക്കുക, ഒരു സ്ത്രീയാ. ഇപ്പം ബൈബിൾ പറയുന്നു തലയെ കൈവച്ച് പ്രാർത്ഥിക്കരുത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യും?
അയ്യോ രോഗികളുടെ മേൽ കൈവെക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് പെട്ടെന്ന് കൈവെക്കാൻ ഒരു നിയോഗം വന്ന് ആ രോഗത്തിൻ്റെ മേൽ കൈവെക്കാനൊരു ചിന്ത. അദ്ദേഹം പറയും എൻ്റെ തലയിലാണ് മുഴയിരിക്കുന്നത്, ആ മുഴയെ കൈവച്ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മൾ പറയും അയ്യോ ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ സ്ത്രീകൾ തലയെ കൈവച്ച് പ്രാർത്ഥിക്കരുത്. അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റ് എപ്പോഴും വ്യത്യാസമുണ്ട്. പൗലോസ് ശ്ലീഹ അത് എഴുതുന്ന സമയത്ത് ആ ഒരു സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വചനം പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനെല്ലാം ബൈബിളിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആ വചനം അതേപോലെ നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ശ്രദ്ധിച്ചിട്ടുണ്ട്, യേശു പറഞ്ഞു നിന്റെ സഹോദരൻ നിങ്ങൾ ഇടർച്ച വരുത്തിയാൽ നിങ്ങളുടെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അവനെ കടലിൽ താക്കണമെന്ന് യേശു പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സഹോദരനെ കയറി നമ്മൾ അവനെ മൂടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്രയോ വട്ടം നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം നമ്മളെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടിയിട്ട് നേരെ കടലിൽ കൊണ്ട് താത്തു കഴിഞ്ഞാൽ നിങ്ങൾ കയറി വരുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരൊന്ന് തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. അപ്പോൾ കർത്താവ് അങ്ങല്ലേ പറഞ്ഞത്, അങ്ങനെ ചെയ്താൽ അവനെ തിരികല്ല് കെട്ടി എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ലിറ്ററലി അതുപോലെ ചെയ്യണമെന്നല്ല, കഴുത്തെ കല്ല് കെട്ടി വെള്ളത്തിൽ കൊണ്ട് താക്കണമെന്നൊരർത്ഥമല്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു പൗലോസ് ലീഗ പറഞ്ഞിരിക്കുന്നത് കൈവച്ച് പ്രാർത്ഥിക്കരുതെന്നല്ല. അതിന് വേറൊരർത്ഥം പൗലോസ് പറയുന്നുണ്ട്, പുരുഷന്റെ തല ക്രിസ്തുവാണ് എന്നൊക്കെ ഒരു ആശയത്തിൽ ഇങ്ങനെ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. സഭയുടെ തല, സഭ മണവാട്ടിയാണെന്നും മണവാളൻ ക്രിസ്തുവാന്നൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ ആ ഒരു സ്ത്രീയെ മാറ്റി നിർത്തുവല്ല ഒരിക്കലും. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കൈവച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കലും അവിടെ ഒരു സെപ്പറേഷൻ ബൈബിളിൽ ഇല്ല. ശ്രദ്ധിച്ചോണം, സ്ത്രീയെന്നോ പുരുഷനെന്നോ ബൈബിളിൽ വേർതിരിവില്ല. പക്ഷെ ക്രിസ്തുവും മണവാട്ടിയും സഭയൊക്കെ ആയിട്ട് കാണിക്കുന്ന സമയത്ത് അവിടെ പുരുഷനെ എന്ത് ചെയ്യുന്നുണ്ട്, പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കർത്താവ് മണവാട്ടിയായിട്ട്, ബൈബിളിൽ മണവാട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തുവാ, സ്ത്രീയല്ലേ മണവാട്ടി. ഒരിക്കലും നമ്മളൊരു പുരുഷനെ നോക്കിയിട്ട് ഒരു വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരെ നോക്കിയിട്ട് മണവാട്ടി എന്ന് വിളിക്കത്തില്ല, അവനെ നമ്മൾ മണവാളെന്നേ വിളിക്കത്തുള്ളൂ. പക്ഷെ ബൈബിളിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും കയറി ബൈബിൾ പറയുന്ന മണവാട്ടി സഭ എന്നാണ് പറയുന്നത്, ശരീരമാകുന്ന സഭ. അപ്പോൾ ബൈബിളിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്, ബൈബിളിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുതെന്നോ കൈവെക്കരുതെന്നോ ഒരു ആശയമല്ല. അതുകൊണ്ട് അത് ക്ലിയർ ആയപ്പോൾ ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ള സംശയങ്ങൾ നല്ലതാണ്. നമ്മൾ മുന്നോട്ട് ബൈബിൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അതൊക്കെ വരും. എങ്കിലും ഈ ദിവസങ്ങളിൽ തലയിലൊരു മുഴ വന്നാൽ അയ്യോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കൈവെക്കരുതെന്ന ആശയം, കൈവച്ച് പ്രാർത്ഥിച്ചോണം, ആ മുഴ അപ്രതീക്ഷിതമായിരിക്കും. ആമേൻ. നമുക്ക് അടുത്ത ദിവസങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ബൈബിൾ കോൺടെസ്റ്റ് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. ബൈബിളിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്, അത് നമ്മൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്. അത് വരുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലും സംശയങ്ങളുണ്ടാകുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്, അതിലേക്കൊക്കെ വരുന്നുണ്ട്. കർത്താവ് അത് ക്ലിയർ ആക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? അല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. നിങ്ങൾ എനിക്കൊന്ന് ലൈവ് ഇപ്പോൾ തന്നെ ഏകദേശം ഇടയ്ക്ക് ജാം ആകുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ലൈവ് കട്ടാകുന്നുണ്ട്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ലൈവിൽ കാണുന്നവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. സൂമിലും യൂട്യൂബിലും ഒക്കെ കാണുന്നവരെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രെയർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ പ്രസ് ചെയ്താൽ നേരെ ഗ്രൂപ്പിലേക്ക് വരാം. നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന വ്യത്യാസങ്ങളും പുതിയ പുതിയ പ്രാർത്ഥനാ ലിങ്കുകളും അതിലെ മാറ്റങ്ങളും എല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് വരും. നിങ്ങൾക്ക് നോക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെക്കൊണ്ടെങ്കിലും നോക്കുക. അതിനകത്ത് ചിലർക്ക് അറിയത്തില്ല അതെങ്ങനെയാണ് ലിങ്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചോദിക്കുക സുഹൃത്തുക്കളോടോ ഷോപ്പിലോ ബന്ധുക്കാരോടോ. ഓക്കെ, മോൻ്റെ വിഷയം പറഞ്ഞു. ഹലോ, കട്ടായി പോകുന്നു തോന്നുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ വാട്സാപ്പിലേക്ക് കണക്ട് ചെയ്യുക. കാര്യം ഞാൻ എന്തുകൊണ്ടാണ് വാട്സാപ്പിൽ കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈവിൽ പരിമിതിയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ലൈവ് പോകുന്ന 2-2.5 മണിക്കൂറോളം മുകളിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് പരിമിതിയുണ്ട്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് ഞാനിവിടെ പറഞ്ഞായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബൈബിൾ സ്റ്റഡി. അത് എനിക്കൊന്ന് ടൈം ഒന്ന് കറക്റ്റ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ടാണ്. ഏത് ദിവസങ്ങളിൽ നമ്മൾ ആരംഭിക്കുമ്പം അതിനകത്തുണ്ടാവും. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രഖ്യാപനങ്ങളെ നമുക്ക് ഏറ്റുപറയാം. വിശ്വാസ പ്രഖ്യാപനങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവിൽ കാണുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം ഇന്ന് ഞാൻ ഇതിൻ്റെ അകത്തൊരു കമൻറ്റ് കണ്ടായിരുന്നു. ഒരു സഹോദരി, ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തപ്പം പെട്ടെന്ന് കൊണ്ട് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരി കിഡ്നി ഫെയിലിയർ ആയിട്ട് നെക്സ്റ്റ് മന്ത്, ടീന എന്നുള്ള പേരാണ്, കിഡ്നി ഫെയിലിയർ നെക്സ്റ്റ് മന്ത് സർജറിയാണ്.
ഒരു ടെസ്റ്റ് കൂടെയുണ്ട്, റിസൾട്ട് പറയണമുണ്ട്. നമുക്ക് ആ സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് പ്രാർത്ഥിക്കാം. ടീന, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കിടപ്പുണ്ട് ആ പേര്. കർത്താവ് ഞങ്ങളുടെ സഹോദരിക്ക് 2 കിഡ്നിക്കും കംപ്ലൈൻ്റ് ആണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. പുതിയ കിഡ്നി 2000 എനിക്ക് തോന്നുന്നത് 18 17 ഒരു അമ്മച്ചി റാന്നിയിൽ നിന്ന് വന്ന സഹോദരി അമ്മച്ചി ഓർക്കുന്നുണ്ട്. നമ്മുടെ കോട്ടയത്ത് ഒരു പ്രാർത്ഥനയിൽ, നമ്മുടെ കോട്ടയത്തെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നൊക്കെ അറിയാൻ പറ്റും. ആ സഹോദരി വന്നൊരു ആൻറ്റി പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. 2008 മുതൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കിഡ്നി 2ഉം കംപ്ലൈൻ്റ് ആയിരുന്നു. ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ല, ആരുടെ വീട്ടിൽ കയറി താമസിക്കുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സാവകാശം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്. പക്ഷേ കർത്താവ് അങ്ങ് കയറി തൊട്ടു. 2008 മുതൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി. നോക്കിയപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്നാണ് അമ്മ യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കിടപ്പുണ്ട് ആ സാക്ഷ്യം. 2008 മുതൽ ഡോക്ടർ പറയുകയാണ്, ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന കിഡ്നി അല്ല ഇത്, അവിടെ പുതിയത് സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് ആ അമ്മ തന്നെ വന്ന് അവിടെ ലൈവിൽ സാക്ഷ്യം പറയാൻ ഇടയാത്തീർന്ന ഏറ്റവും താഴെ കിടപ്പുണ്ട് ടെസ്റ്റ് മണിക്കകത്ത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു സാക്ഷ്യമാണ്. കാരണം ആ അമ്മ വന്ന് പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഇതാണ്, എനിക്ക് ഏതെങ്കിലും ബന്ധുക്കാരുടെ വീട്ടിൽ നിന്ന് ചുരുണ്ട് കൂടി കിടക്കാൻ ആരെങ്കിലും ഒരു കനിവ് തോന്നണം. പക്ഷേ യേശു തൊട്ടപ്പോൾ ആ കേടായ 2 കിഡ്നി പുതിയ കിഡ്നി, ഡോക്ടർ തന്നെ പറഞ്ഞു 2008 മുതൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളല്ലല്ലോ, ആ കിഡ്നി അല്ലല്ലോ എന്ന് ഡോക്ടർ തന്നെ പറയാൻ തക്കവണ്ണം അത്ഭുതമായൊരു സാക്ഷ്യമായിരുന്നു. താഴെ യൂട്യൂബിൽ ഏറ്റവും താഴെ കിടപ്പുണ്ട്, പഴയ വീഡിയോ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ സഹോദരി ടീന എന്നാണ് പേര് ഞാൻ കാണുന്നത്. 2 കിഡ്നിയും കൈവച്ചോണം. ഇത് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, ശരിയാകാൻ പ്രാർത്ഥിക്കരുത്. മണ്ണിൽ നിന്നും മനുഷ്യനെ നിർമ്മിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി ജീവൻ കൊടുത്ത കർത്താവ് പുതിയ 2 കിഡ്നി തരാൻ ഒരു പാടുമില്ല. കർത്താവ് പുതിയ കിഡ്നി തന്നതിന് നന്ദി. യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് പുതിയ കിഡ്നി വന്നിരിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞോണം. യേശുവിൻ്റെ മുറിവിൽ എനിക്ക് പുതിയ കിഡ്നി വന്നിരിക്കുന്നു. യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് പുതിയ അവയവങ്ങൾ, നമുക്ക് ഒരു നഷ്ടവും ഇല്ല, എല്ലാം ലാഭമാണ്, നമുക്ക് ഒരു നഷ്ടവും ഇല്ല. എൻ്റെ കർത്താവ് യേശു ക്രൂശിൽ മരിച്ചത് മുഴുവൻ നമുക്ക് ലാഭമാണ്. അതുകൊണ്ട് പുതിയ കിഡ്നി തന്നതിന് നന്ദി, 2 പുതിയ കിഡ്നി തന്നതിന് നന്ദി എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത്ഭുത സാക്ഷ്യം കിടപ്പുണ്ട് താഴെ, അതും കൂടെ കേട്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുതിയ കിഡ്നിക്കായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം ഏറ്റു പറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലൈവ് ഇപ്പോൾ ഓഫ് ചെയ്യാൻ പോവാണ്. ലൈവിലുള്ളവർക്കറിയാം എന്താണ് വിശ്വാസ പ്രഖ്യാപനം. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഏറ്റു പറയുക. ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും